എന്താ ബാബു അത്? 2-3 കൊല്ലമായില്ലേ എന്റെ മകൻ ഒരു പെണ്ണ് റെഡിയാക്കി തന്നിട്ട് നിന്റെ പുറകെ ഞാൻ ഇങ്ങനെ നടക്കണത്? ആഴ്ചക്കോ മാസത്തിലോ വന്ന് ഇവിടുത്തെ ചക്കയും മാങ്ങയും കൊണ്ടുവല്ലാണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ റെഡിയാക്കി നിനക്ക് പറ്റിയിട്ടുണ്ടടാ? ഞാൻ നോക്കായിട്ടല്ലോ എന്റെ ഭാനു ചേച്ചിയെ, കിട്ടായിട്ടല്ലേ. പണ്ടത്തെ പോലെയൊന്നും അല്ലേ. പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ. ഇനിയിപ്പോ 5-6 വർഷം കഴിഞ്ഞാലേ നമ്മുടെ പണി പോകുന്നാ തോന്നുന്നു. ഇപ്പൊ എല്ലാം ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ നേരിട്ടല്ലേ. കലികാലം. പിന്നെ ഈ ചെക്കൻ 10ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. കെട്ടിന്റെയും തേപ്പിന്റെയും പണിക്ക് പോകുന്നു. എവിടെ നിന്ന് കിട്ടാനാ? ഈ കെട്ടിന്റെയും തേപ്പിന്റെയും പണിക്ക് എന്താടാ ബാബു കുഴപ്പം? ഈ ഓഫീസിൽ കോട്ടും സൂട്ടും ഇട്ട് AC റൂമിൽ ഇരുന്നാലേ ഇത്രയും ശമ്പളം ആർക്കെങ്കിലും കിട്ടുമോ? രാവിലെ 9 മണിക്ക് പോയാൽ 5 മണിയാകുമ്പോഴേക്കും വീടെത്തും. ചോറും ചായയും എല്ലാം ഉണ്ട്. പിന്നെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് എന്റെ കുട്ടിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല. ഈ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞവര് ലക്ഷങ്ങളാണ് വരുന്നത്. ഇത്രയൊക്കെ തന്നെയല്ലേ അവർക്ക് ശമ്പളം ഉള്ളൂ. എന്റെ പൊന്നു മോനെ ബാബു, ഇളയവനെ കല്യാണം കഴിഞ്ഞ 5-6 മാസമായി. ചെക്കനാണെങ്കിൽ ദുബായില. ഈ നാട്ടുകാരെ കൂട്ടിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നത് മൂത്തവനെ കുടുംബം നോക്കാൻ വേണ്ടി ഇരുത്തി പറഞ്ഞിട്ട്. അതെന്തോ ആയിക്കോട്ടെ, അവന്റെ വായി മൂടിക്കെട്ടാൻ നമുക്കൊന്നും ആവില്ലല്ലോ. പക്ഷെ ഈ പെണ്ണിന്റെ വീട്ടുകാർ എന്താടാ വിചാരിക്കുക? നീ ആത്മാർത്ഥമായിട്ട് ഒന്ന് ശ്രമിക്കാൻ എന്റെ ബാബുവോ. അല്ല, ഈ നാട്ടുകാര് പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമില്ലേ. മൂത്തോനെ നേരത്തെ തന്നെ പഠിപ്പം നിർത്തി പുരയ്ക്ക് വേണ്ടി പണിയെടുപ്പിച്ച്, നിങ്ങൾ പറഞ്ഞ പോലെ കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, നല്ല സമ്പാദിക്കുന്നുണ്ടല്ലോ. 10-30 വയസ്സിൽ തന്നെ പെണ്ണ് നോക്കിയതാണെങ്കിലോ ചക്കനും കിട്ടില്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയില്ല. എന്തേ? ഇളയവനെ പഠിപ്പിക്കാൻ വേണ്ടി അവനെ പിടിച്ചു നിർത്തിയില്ലേ? ഇപ്പൊ ഇളയവൻ പഠിച്ച് എഞ്ചിനീയറായി ഗൾഫിൽ പോയി നല്ല വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി, നാട്ടുകാരും കുടുംബക്കാരൊക്കെ പറഞ്ഞപ്പോ അതിനുവേണ്ടി മാത്രം മൂത്തോന് കല്യാണം നോക്കുന്നു അല്ലേ? അല്ല, ഇതൊന്നും എനിക്ക് എന്റെ വിഷയമല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞു പോയതാ. ഈ ഇവന്റെ മാത്രം കാര്യമല്ല ഭാനു വെച്ചേ. 30 വയസ്സ് കഴിഞ്ഞ് ഗവൺമെന്റ് ജോലി ഇല്ലാത്ത ഒരുപാട് ചക്കന്മാരെ പെണ്ണ് കിട്ടാണ്ട് ഇങ്ങനെ പൊരനിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ പ്രേമിച്ച് കെട്ടാന്ന് പറഞ്ഞ അതിന്റെ പ്രായവും കഴിഞ്ഞു. അല്ല, നമുക്കേ നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ? തമിഴ്നാട്ടിന്നാ? അതൊന്നും നടക്കില്ല ബാബു. നീ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുന്ന്. നമ്മുടെ നാട്ടിൽ നിന്ന് ഓലൊക്കെ കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞതൊന്നും മനസ്സിലാകുന്നില്ല. അല്ല, എന്നെ വിശ്വാസമില്ലാണ്ട് മാട്രിമോണി കൊടുത്തല്ലോ. കുറെ പൈസ പോയതല്ല, എന്തെങ്കിലും മെച്ചമുണ്ടാ? തമിഴ്നാട്ടിന് ഇപ്പൊ എന്താ കുഴപ്പം? ഈ തമിഴ്നാട്ടിലെ പെൺകുട്ടികൾക്ക് കേരളത്തിലെ ചെക്കന്മാരോട് ഇഷ്ടംന്ന് ഇൻസ്റ്റാഗ്രാമൊന്നും കാണുന്നില്ലേ? നിങ്ങളൊന്ന് പറയുകയാണെങ്കിലേ ഈ തമിഴ്നാട്ടിൽ ഉള്ളോട്ട് എവിടെയെങ്കിലും പഠിപ്പും വിദ്യാഭ്യാസവും സാമ്പത്തികമൊക്കെ കുറഞ്ഞ് ഏതെങ്കിലും പെൺകുട്ടികളെ കൊണ്ടുവരാന്ന്. അതാകുമ്പോ കല്യാണം ടക്കേ നടക്കും. ഇതിപ്പോ അധികം ദൂരമൊന്നും ഇല്ലല്ലോ. പാലക്കാട് 1.5 മണിക്കൂർ പോയാൽ തമിഴ്നാടെത്തി. തമിഴ്നാട്ടിൽ നമുക്കറിയാത്ത സ്ഥലവും ഇല്ല. ഫുള്ള് ബന്ധം വേണ. തമിഴ്നാടെങ്കിൽ തമിഴ്നാട് അല്ല, ഇതിപ്പോ ഇനിയും 3-4 വർഷം എടുക്കുവോ കൊണ്ടുവരാനായിട്ട്? തമിഴ്നാടാണെങ്കിൽ നമുക്ക് അടുത്ത മാസം തന്നെ കല്യാണം നടത്താന്ന്. ഒരു മിനിറ്റ്. ഡേ പളനിച്ചാമി, എടാ ബാബു. ബാബു മധുരന്ന് പാത്തില്ല വെറ്റില വീടിന്റെ അടുത്തുനിന്ന്. ബാബു പുറിഞ്ചാ കേരള. എടേ, ഞാൻ വിളിച്ചത് നമുക്കൊരു പൊണ്ണ് കിടക്കുമാ? മുട്ടാൾ പയന അതിലല്ലേ എടാ, കല്യാണം പണ്ണறதுக்கு കേടാ. നമ്മുടെ ഒരു പയ്യന് ഇருக்கு, നല്ല RC വീട് സെറ്റപ്പ്, ഫുള്ള് സെറ്റപ്പ്. കല്യാണം ഇരിക്കാ ഉണ്ടാ? കണ്ടിപ്പാണേ. നീ നമ്പർ സേവ് ചെയ്. ഞായറാഴ്ച വരും. ഞങ്ങൾ വരും. സറി. കട്ടപ്പണ്. അപ്പൊ എല്ലാം റെഡിയാണ്. അടുത്ത അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ പോണം. പറ്റുമൊക്കെ ചെയ്യും. പക്ഷെ ഇതൊക്കെ ഉള്ളതാണോടാ? എന്താ നിങ്ങൾ ഒരുമാതിരി വിശ്വാസമില്ലാത്ത പോലെ സംസാരിക്കുന്നത്? പളനിച്ചാമി പറഞ്ഞ അത് ഉറപ്പാണ്. ദോസ്ത് നിങ്ങൾ പോയിട്ട് ഒരു ചായ എടുത്തിട്ട് വരി. ഒരു പഴനിച്ചാമി. ഇതൊക്കെ അവിടെ എത്തുമ്പോ കണ്ടാ മതി. പളനിച്ചാമി, മറുപടി നമ്പർ സേവ് ചെയ്തില്ലേ? ബാബുടാ. നീ നേരത്തെ വിളിച്ചപ്പോ ഒരു പൊണ്ണിന്റെ കാര്യം പറഞ്ഞല്ലേ? കല്യാണത്തിന്റെ അല്ലടാ, അതൊക്കെ മുൻപ്. അത് യാര്? മല്ലികയാ? கேரளா விட்டு எதுக்கு எங்க பொண்ணு பார்க்க வந்திருக்கேன்? உங்களுக்கு தமிழ்நாடு பொண்ணுனா
அவ்வளவு பிடிக்குமா? இல்ல, எஸ் சித்தப்பா அப்படிதான் சொன்னாரு. ஆ ஆமா. ஓ, തമിഴ്നാട് നല്ല സൂപ്പർ കാണാൻ, നല്ല വയല് സൂപ്പർ. അതാ ഇങ്ങോട്ട് പെണ്ണ് നോക്കാൻ വന്നത്. உங்க கேரளாவும் அப்படிதான், ரொம்ப நல்ல பிளேஸ். நான் ஒரு உண்மை சொல்லட்டுமா? நாங்க தமிழ்நாடு பொண்ணுங்களுக்கு இந்த கேரளா பையனா ரொம்ப பிடிக்கும். ആ അതെന്തായാലും നന്നായി, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണല്ലോ. പക്ഷെ കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ഗവൺമെന്റ് ജോലിക്കാരെ മാത്രമേ ഇഷ്ടമുള്ളൂ. നമ്മളൊന്നും കണ്ടുകൂടാ. ആ, വീട്ടില് വേറെ ആരാ ഉള്ളത്? അവിടെ നിന്ന് നീ തമിഴിൽ പറഞ്ഞൊന്നും മനസ്സിലായില്ല. ആരാ ഉള്ളത്? இப்போ வீட்டில் அப்பா மட்டும்தான் இருக்கு. எனக்கு ஒரு அண்ணன் இருந்துருச்சு. அவ சின்ன வயசுலயே நாடு விட்டு ஓடி போயிட்டான். எனக்கு 2 வயசு இருக்கும்போது தான் என்னோட அம்மா இறந்து போயிட்டா. அதுக்கப்புறம் அப்பாவும் நான் மட்டும்தான் இருக்கு. ആ അല്ല, ഇത്രയും വയസ്സായിട്ടോ നിങ്ങളുടെ നാട്ടിൽ നിന്നും കല്യാണം വന്നില്ലേ? எனக்கு ஒரு மாமா இருக்கா. அவர் தான் என்ன கட்டிக்க போறேன்னு இந்த நாடு முழுசா சொல்லிக்கிட்டே இருக்குது. ஆனா எனக்கு அவனை பிடிக்கவே பிடிக்காது. ஃபுல் டைம் தண்ணி சாப்பிட்டே நடக்கிறது. எனக்கு வந்திருக்க கல்யாணத்தை எல்லாம் பாதி வழியில நிப்பாட்டி அவன் தான் என் பொண்ணு, நான் தான் கட்டிக்க போறேன்னு சொல்லி அவங்களெல்லாம் விரட்டி ஓடிச்சாங்க. ഓ, അല്ല അപ്പോ ഞങ്ങളിന്ന് പെണ്ണ് കാണാൻ വരുന്നൊക്കെ മൂപ്പര് അറിഞ്ഞിട്ടുണ്ടാലേ? അപ്പൊ ഇതും എന്തെങ്കിലും പ്രശ്നമാവോ? அவர் இங்க இல்ல, மதுரையில ஒரு திருவிழா நடக்குது, அங்கதான் போயிருக்கா. 3-4 ദിവസം கழிச்சு தான் நாட்டுல திரும்பி வருவேன். ஆனா வந்த பிறகு யாராவது இந்த காரியம் சொல்லிட்டேன்னா ரொம்ப பிரச்சனை ஆயிடும். எனக்கு எப்படியாவது இங்கிருந்து தப்பிக்கணும்னு ஆசை. ഓ, അപ്പൊ മാമനാണല്ലേ പ്രശ്നം? അല്ല, അതെനിക്കും കുഴപ്പമൊന്നുമില്ല. ഉം, പേരെന്താ? செல்வி. പള്ളിച്ചാമി, നീ കൂടി ഇവിടെ വേണ്ടിയിരുന്നടാ. ഷേ, എന്ത് പള്ളിയിൽ പിന്നെ പോയാ പോരെ? എടാ മൊട്ടയടിക്കാൻ വേണ്ടി. എന്തായാലും നീ ആള് സൂപ്പറടാ. ആ, പറഞ്ഞ പോലെ തന്നെ പെണ്ണിനെയൊക്കെ ഒപ്പിച്ചു തന്നല്ലോ. ഞങ്ങളെല്ലാവരും ഉണ്ടാ. ഞാനുണ്ട്, ചെക്കനുണ്ട്, ചെക്കൻ്റെ അമ്മയുണ്ട്, ചെക്കൻ്റെ അനിയന്റെ ഭാര്യയുണ്ട്, പിന്നെ ഒരു ഡ്രൈവറും ഉണ്ട്. ഞങ്ങളൊരു കാറും വിളിച്ചു വന്നാടാ. ഓ, നീ ഏൽപ്പിച്ചൊരു രമേശൻ ഇങ്ങ ഇருக்கு. നല്ല അടി. ആ, പാക്കലാം, അടുത്ത വാട്ടി പാക്കലാം. ഇത് നമ്മളെല്ലാം ഒരു കുടുംബം അല്ലടാ. ആ രമേശ, എനിക്ക് കൂടി ഒഴിക്കടാ, നീ തന്നെ കുടിക്കണ. ഹൈ, അല്ല രമേശ, ഈ பழனிசாமியோட நீ யாரு? அவங்க என் வகையில ஒரு சித்தப்பா. அவருக்கு ரொம்ப பக்தி ஜாஸ்தி. அதனால மொட்டை அடிக்க பழனியில போயிருக்காங்க. அவங்க சொன்ன உங்களை நல்லா கவனிக்கிறோம்னு. அப்புறம் பாபுண்ணா, உங்க கேரளால நமக்கு பட்டியா ஏதாச்சும் குட்டியே இருக்குமா? എന്നടാ രമേശ சொல்ற? അങ്ക പെണ്ണില്ല പറഞ്ഞിട്ടല്ലേ ഞാൻ അവനെ അവിടെ നിന്ന് കുട്ടിയും പറിച്ച് ഇങ്ങോട്ട് വന്ന്. അപ്പൊ നിനക്കും പെണ്ണ് വേണം പറഞ്ഞല്ലോ. അവിടെ ഗവൺമെന്റ് ജോലി വേണ്ട, നിന്നെ പോലെയുള്ളവനൊന്നും കിട്ടില്ല. பாபுண்ணா, இதெல்லாம் நம்ம நிலம்தான். பத்தாதுன்னு அங்க தெங்கும் தோப்பு பாருங்க, அது கூட நம்ம தான். மாசம் நல்லா சம்பாதிக்கிறாங்க. ഇത് പത്താത് அவங்க കേരള പൊണ്ണുങ്ങൾക്ക്? 10 ഇതും കൊണ്ട് അവിടെ തന്നെ ചൂലെടുത്തടിക്കും. കൃഷിയൊന്നും അവിടെ പൂലടാ, ഗവൺമെന്റ് ജോലി വേണം. ഏ രമേശ, ഇത്രയെല്ലാം ഉണ്ടെങ്കിലേ എനിക്ക് തമിഴ്നാട്ടിൽ തന്നെ പെണ്ണെടുത്തൂടെ? ஆனா இந்த நாட்டுல பொண்ணுங்க விட கேரளா பொண்ணுங்க ரொம்ப அழகு. நீங்க நினைச்சீங்கன்னா கண்டிப்பா நடக்கும். முதல்ல கிளாஸ் கொடுங்க. எப்படியாச்சும் ரமேஷ்க்கு கேரளா பொண்ணு செட் ஆக்கி வச்சிங்களா, நான் உங்களை நல்லா கவனிக்கிறேன். ஓகேவா? நான் குடிங்க. என்னடா ரமேஷ் நீ இப்படி சொல்ற? பார்க்கலாம், இந்த கல்யாணம் முடியட்டும். പിന്നെ നമ്മളെല്ലാം ഒരു കുടുംബം. ഇടയ്ക്കിടയ്ക്ക് കേരള വാ, കണ്ടിപ്പാ. പിന്നെ രമേശ്, சித்தப்பா ஒரு மல்லிகா பொண்ணுக்காரு சொன்ன, அப்பெண்ணிന്റെ வீடு எவடா? ஐயோ பாபண்ணா, அந்த மல்லிகாக்கு இல்ல, ரொம்ப மோசமான ஆளு. அடி, மோசம் தானே வேணும் கல்யாணம் കഴിக்கிறதுக்கு. அடே, நீ அவங்க வீடு சொல்லு, பாபுட்ட வந்து பார்த்துட்டு வரா. என்ன பாபண்ணா, நீங்க பொண்ணு பார்க்க வந்திருக்கீங்க, ஃபேமிலி கூட இருக்கு, அதுக்கடையில இந்த மல்லிகா கில்லிகான்னு சொன்னி வேணாண்ணா.
அந்த பழனிசாமி இல்லையா, அவருக்கு பைத்தியம் பிடிச்சிருக்காங்க. முட்டாள். இல்லடா, பாப்போட்டு பார்த்தா போதும். ஐயோ വാരിയ മീനാക്ഷി, ഞാൻ പെണ്ണ് കാണാൻ വന്നത്. ഇല്ലല്ലോ, കുടിച്ചിട്ടില്ല. ഓ, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ്. ആ ശരി, വെക്കി വെക്കി. മല്ലികന്റെ മൂടങ്ങ് പോയി. വാ എണീ പോവാ. ഞാൻ ഒന്നും എനിക്ക് വേണോ? വാ വാ വാ. സെൽവി, ഞാനൊരു ഉണ്മ ചൊല്ലട്ടെ. എനിക്ക് തമിഴ്നാടോ ഇവിടുത്തെ പെൺകുട്ടികളിലോ കെട്ടണം ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഈ കെട്ടിൻ്റെ തേപ്പിൻ്റെ പണിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ പണിയും നാടൻ പണിക്കാരനൊന്നും പെൺകുട്ടികൾ കിട്ടില്ല. പ്രത്യേകിച്ച് നിന്നെപ്പോലെ ഭംഗിയുള്ളവരാണെങ്കിൽ പിന്നെ ഗവൺമെൻറ് ജോലിയും നല്ല ബാങ്കിൽ ഡെപ്പോസിറ്റും വേണം, എന്നാലും അങ്ങോട്ടേ അടുപ്പിക്കുള്ളൂ. ഒരു 10-40 വീടുകളിൽ പെണ്ണ് കാണാൻ പോയി. അപ്പോൾ ആർക്കും ഇഷ്ടമല്ല. ഇതുപോലെ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പണിക്കാരൊക്കെ ഒന്നില്ലെങ്കിൽ കൊടകിലൊക്കെ പോയിട്ടാണ് പെണ്ണ് കിട്ടാറ്. അപ്പോൾ ഒരു ബ്ലാക്ക് ഷർട്ടിട്ട് ഒരു ചങ്ങാതി വന്നില്ലേ കൂടുതൽ ഡയലോഗ് അടിക്കുന്നത്, ബാബു. അയാൾക്ക് ഇവിടെ ആരോ പരിചയമുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കല്യാണത്തിനോടൊന്നും താല്പര്യമില്ല. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, അവൻ നല്ല പഠിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് അവന് കല്യാണം കഴിഞ്ഞു. ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏട്ടൻ കല്യാണം കഴിക്കാണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവർ പറഞ്ഞത് കേട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇങ്ങനത്തെ ഒന്നും അല്ല ഡ്രസ്സ് ഇടുക. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് എനിക്ക് തമിഴ് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. എന്നാലും നിനക്ക് പുറിയുമോ എന്ന് தெரியாது. എനിക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി കേട്ടോ. நீங்க புதுமுட்டி தமிழ்னு பேச வேணாம், மலையாளத்திலே பேசினா போதும். நீங்க 10வது வரைக்கும் படிச்சிருக்கல, ஆனா நான் 5வது வரைக்கும் தான் படிச்சிருக்கேன். படிக்கணும்னு ரொம்ப ஆசை, ஆனா அப்பா கிட்ட காசு இல்லை. நீங்க சொன்ன மாதிரி வேலை எதுவாக இருந்தாலும் பரவாயில்ல, நீங்க நல்லா உழைச்சு தானே சம்பாதிக்கிற, அது போதும். உங்ககிட்ட பேசும்போது ஒன்று தெரிஞ்சிடுச்சு, நீங்க ஒரு இன்னசென்ட், ஒரு பாவம்னு நினைக்கிறேன். നിനക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ താൻ മാമനെയും മച്ചാനൊന്നും പേടിക്കണ്ട, അതൊന്നും വിഷയമല്ല. എന്തായാലും കല്യാണം നടത്താണെങ്കിൽ തന്നെ ഇവിടെ വെച്ച് നടത്താനൊന്നും അപ്പാക്കിട്ട് കാശില്ല എന്നല്ല പറഞ്ഞത്. അതൊക്കെ നമുക്ക് കേരളത്തിൽ വെച്ചിട്ട് നടത്താം. അല്ല, കേരളത്തിലേക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? நான் என் ஊர் விட்டு எங்கேயும் போகலை, ஆனால் சினிமாலெல்லாம் பார்த்துருக்கேன். கேரளா மூணார்னா எனக்கு ரொம்ப பிடிக்கும், அங்கே போகணுன்னு നല്ല ആസയാ. കേരളത്തിലായിരുന്നിട്ടും ഞാനും ഇതുവരെ മൂന്നാറൊന്നും പോയിട്ടില്ല. നിന്റെ അമ്മ മരിച്ച പോലെ എൻ്റെ അച്ഛനും ചെറുപ്പത്തിലെ മരിച്ചു പോയതാ. അച്ഛനും അമ്മയും പ്രേമിച്ച കല്യാണം കഴിച്ചേ. വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ച ശേഷം അമ്മനെയും ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഒരു ചെറിയ വാടക വീട്ടിലൊക്കെ ആയിരുന്നു താമസം. അങ്ങനെ പിന്നെ പഠിപ്പൊക്കെ നിർത്തി കിട്ടുന്ന എല്ലാ ജോലിക്കും പോകുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ വീട്ടുകാരൻ്റെ. അവിടെ ഒരു വീട് വെച്ചു, അനിയനെ പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്തു. ഫുൾ ഓട്ടം. അതുകൊണ്ട് ഞാനും എവിടെയും പോയിട്ടില്ല. ഇനിയിപ്പോൾ ഇനി വേണം ജീവിക്കാൻ. കല്യാണത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് മൂന്നാർ പോവാം. അയ്യോ സോറി, ഞാൻ എന്തൊക്കെയാ കല്യാണം മൂന്നാറെന്നൊക്കെ. അത് പെൺകുട്ടികളോട് എനിക്കധികം അങ്ങനെ സംസാരിച്ചിട്ട് പരിചയമില്ലത്.
എന്നെ ഇഷ്ടായോ? ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. എനിക്ക് സന്തോഷം സങ്കടമൊക്കെ ഒരുമിച്ച് വരുന്നു. എനിക്കിനി ഇവരോട് സംസാരിക്കാൻ ഞാൻ വീട്ടിൽ പോയിട്ട് വിളിക്കാം. ഫോൺ നമ്പർ തരുമോ? എൻകിட்ட ഫോണൊന്നുമില്ല. ഫോണില്ലേ? അല്ല അപ്പൊ അമ്മയാണ് വീട്ടിൽ. ആ അമ്മ ഇറങ്ങാൻ സമയമായോ? ആ വരാം. ആ പോവാൻ സമയത്തിലായി എന്നാ போனா இங்க திரும்பி வருவியா? അന്ന് അങ്ങനെ ചോദിച്ചത്? സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വെറുതെ പെണ്ണ് കാണാൻ വന്നതാ. പക്ഷെ തന്നെ കണ്ട് സംസാരിച്ചപ്പോ എനിക്ക് ഒരു മുൻപ് ഒരാളെ പോലെ തോന്നി. ഞാൻ കണ്ടിപ്പോ തിരിച്ചു വരും. കല്യാണം കഴിച്ചാലേ ഞാൻ നന്നായിട്ട് നോക്കാട്ടോ. എന്തായി? രണ്ടാൾക്കും ബാബുവിന് വിശ്വാസമായ? എന്തായിരുന്നു? ഞാൻ വിചാരിച്ച കല്യാണം നടക്കില്ല, തമിഴ്നാട്ടിൽ പിടിപാടുണ്ടോ, പുളു പഠിക്കുകയാണോ പറഞ്ഞിട്ട് കളിയാക്കിയതല്ലേ. അപ്പൊ കണ്ടില്ലേ മോളെ, മണി പോലത്തെ പെൺകുട്ടിയല്ലേ. എമ്മയുടെ നാട്ടിൽ കിട്ടും ഇതുപോലത്തെ ഒരു കൊച്ചിനെ? മൊബൈലില്ല, ഇൻസ്റ്റയില്ല, ഒന്നുമില്ല. തങ്കം, തനി തങ്കം. നിങ്ങളുടെ മോന്റെ മോൻ കാണണം, 100-ന്റെ ബൾബ് കത്തുന്ന പോലെയല്ലേ. ഇവിടെ എത്താൻ സമയമില്ല. അപ്പോഴേക്കും ചക്കൻ പറയാൻ പോയിരിക്കുക പിള്ളേരോട്. അപ്പൊ ഇനി വൈകിക്കണ്ട, സടപടയെന്നേ കാര്യങ്ങളൊക്കെ നോക്കാം. അല്ല മോളെ? നിങ്ങൾ പറയുന്ന പോലെ അത്രയ്ക്കൊന്നുമില്ല ബാബുട്ടാ. ഒരു സാധാരണ പെൺകുട്ടി. ഇതിനേക്കാളും നല്ല പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ എത്രയുണ്ട്? ഓ ഉണ്ട്, കൊറേ ഉണ്ട്. 10-40 സ്ഥലത്ത് ചെക്കനെ കൊണ്ട് പെണ്ണ് കാണാൻ പോയതല്ലേ. അല്ല, കുറെ വീടുകൾ നിങ്ങൾ വന്നാണല്ലോ. എന്നിട്ട് എന്തായി? ഏതെങ്കിലും ഒരു പെണ്ണ് കല്യാണത്തിന് സമ്മതിച്ചാ? അതിനേട്ടന് മര്യാദക്കുള്ള ഒരു ജോലിയും കൂലിയും ഇല്ലല്ലോ, വിദ്യാഭ്യാസവും ഇല്ല. പിന്നെ എങ്ങനെയാ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുക? ഓ പിന്നെ ഇവൻ കാണാൻ പോയ പെൺകുട്ടികൾക്കൊക്കെ IAS-ഉം കലക്ടറൊക്കെ ആണല്ലോ ജോലി. ഇന്ന് പോയാ മോളെയായിരുന്നു. എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ സുട്ടും റീൽസും ചെയ്തിരിക്കല്ലേ. അതല്ലേ എന്റെ ക്വാളിഫിക്കേഷൻ. ചോദിക്കുമ്പോ PSC കോച്ചിങ് കൊടുത്ത PSC കോച്ചിങ്. ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ ഇത്? പുതുപ്പരിയാരത്ത് പെണ്ണ് കാണാൻ പോയില്ലേ? എന്തായി? നിങ്ങളല്ലേ പറഞ്ഞത് സെറ്റപ്പ് ഒന്നും വേണ്ട, ഒരു പാവപ്പെട്ട വീട്ടിലെ മതിന്ന്. സ്വന്തമായിട്ട് അങ്ങോട്ട് വഴി പോലും ഇല്ല മോളെ. മറ്റേ വീട്ടിന്റെ മതിൽ ചാറ്റ് വേണം അങ്ങോട്ട് പോയാൽ. അവളുടെ ആങ്ങളെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന അച്ഛൻ തെങ്ങാരാൻ പോണം. എന്നിട്ട് അവർക്കും ഗവൺമെന്റ് ജോലി വേണം. അല്ല, ആ വീട്ടിൽ ആർക്കെങ്കിലും ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ടാ? അല്ലേ എന്റെ ഭാവന വെച്ചേ, ഈ കാലത്ത് ഇതുപോലത്തെ ഒരു കുട്ടിനെ കിട്ടുക പറഞ്ഞാലോ ഭാഗ്യാണ്. അത് തങ്കമാണ്, തനി തങ്കം, കുട്ടി കളയണ്ട. ഓ, തങ്കവും കൊങ്കവും ഒന്നുമല്ല. മോള് പറഞ്ഞ പോലെ കുഴപ്പമില്ല, അത്ര തന്നെ. പിന്നെ മോളെ, അവൻ പറഞ്ഞ പോലെ ഇക്കാലത്ത് നല്ല ചെക്കന്മാർക്കൊന്നും പെണ്ണ് കിട്ടിയല്ലേ. ആ രാധാമണ്ടി നിർമ്മലി മക്കളെ നോക്ക്, ദിവസവും ലീവ് എടുക്കാണ്ട് പണിക്ക് പോകും. കുടിയും ഇല്ല, വലിയും ഇല്ല. എല്ലാവരും എന്ത് ബഹുമാനമാണെന്നറിയോ ചെക്കന്മാർക്ക്. എന്നിട്ട് ഇത്രയും കാലമായിട്ട് പെണ്ണ് കിട്ടിയിട്ടുണ്ടാ? 30-38 വയസ്സായി. ഇപ്പോഴും ആഴ്ചക്ക് ഓരോ ബ്രോക്കർമാരും കൊണ്ട് പോവുകയാണ്. ആ സാരസ്വതിന്റെ മകനെ നോക്ക്, ചെക്കന് 22 വയസ്സായി. നേവരായിട്ട് ഒരു പണിയും തോരവില്ല. നീളം ജീൻസ് വിട്ട് ഒരു ഷർട്ടും കയറ്റി അങ്ങനെ തലയും താടിയും വളർത്തി കുളിക്കാണ്ട് നടക്കുന്നവനെ എത്ര പെണ്ണുങ്ങളെ പുറകെ നടക്കണത്. പോരാണത്തിന് വിളിച്ചിട്ട് വന്നിരിക്കണോ? അതാണെങ്കിൽ പ്രഗ്നന്റ് ആണത്ര. കലികാലം എന്നല്ലാണ്ട് എന്താ പറയാ. ഇനിയിപ്പോ നമ്മുടെ നാട്ടിലൊന്നും നല്ല പെൺകുട്ടിനെ കിട്ടും തോന്നില്ല. അവൻ പറഞ്ഞ പോലെയേ എല്ലാം അങ്ങനെ ചുട്ടും കൊണ്ട് ഇങ്ങനെ തോണ്ടി നടക്കുകയായിരിക്കും. ഇതിനിപ്പോ വലിയ ഗതിയൊന്നും ഇല്ലെങ്കിലും കുടുംബത്തിൽ കയറ്റാന്നാ തോന്നണത്.
അതിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴേ ഒരയ്യോ പാവെന്നാ എനിക്ക് തോന്നിയത്. അയ്യോ പാവമൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റുമോ അമ്മേ? അവളുടെ വീട് തന്നെ കണ്ടില്ലേ, പനന്റെ ഓല വെച്ച് മറച്ച ഒരു ചെറിയൊരു ഷെഡാ. പിന്നെ എങ്ങനെയാ വീട്ടിൽ കല്യാണത്തിന് എന്റെ വീട്ടുകാരെ കൊണ്ടുപോവാ? ഓ എന്റെ മോളെ, നിങ്ങൾ ഈ കുറെ കുടുംബക്കാരെ വിളിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുമൊന്നും വേണ്ട. അവരിന്റെ അവസ്ഥ കണ്ടതല്ലേ, ആ കൂടി അച്ഛനും ഒരു മോളേ ഉള്ളൂ. കുടുംബക്കാരൊക്കെ എന്നോ കൈയൊഴിഞ്ഞതാ. അയാൾക്ക് പണിയൊന്നും ഓരോന്നുമില്ല, പണിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. ആ കൊച്ചു എവിടെ മില്ലോ കമ്പനി എവിടെ ജോലിക്ക് പോകുന്നുണ്ട്, ചെറിയ വരുമാനമുള്ളൂ. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അവര് അവിടെ ആൾക്കാരെ വിളിച്ച് കല്യാണം നടത്താനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് മാനൊക്കെ ഇറങ്ങിയ ഒരു കാര്യം ചെയ്യും, നമ്മളിപ്പോ ഒന്ന് പെണ്ണ് കാണാൻ പോയില്ലേ, അതേപോലെ ഒരു 3-4 ആളും പോയിട്ട് ആ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇത് ഗുരുവായിരുന്നു മറ്റേ നിങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ താലി കെട്ടി, ചെക്കന് 10-35 വയസ്സ് കഴിഞ്ഞില്ലേ, അതുപോലെ ഇനിയിപ്പോ അത്ര നിർബന്ധമാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഈ വീട്ടിൽ വെച്ച് വലിയൊരു ഫംഗ്ഷൻ നടത്താൻ കഴിഞ്ഞില്ലേ? വീട്ടിൽ വെച്ച് നടത്തിയാലും നാട്ടുകാർ ചോദിക്കില്ലേ ബാബുവേട്ടാ, അവളുടെ വീട് എവിടെ, അച്ഛനും അമ്മയും എവിടെ, കുടുംബക്കാരൊക്കെ എവിടെയെന്ന്? അപ്പൊ നമ്മൾ എന്താ പറയാ? അവരുടെ അടുത്ത് ഒലക്കേന്റെ മൂടി എന്ന് പറയാം. ഈ കൊച്ചെന്താ കൊണ സംസാരിക്കുന്നത്? അല്ലേ പറഞ്ഞത്, നിങ്ങളല്ലേ പറഞ്ഞത് ഗതിയില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെ നിന്നെങ്കിലും ചെക്കനൊരു പെണ്ണ് കൊണ്ടുപോയാ അത് ഈ കൊച്ചിന്റെ വീട്ടുകാർക്ക് പ്രശ്നമായിട്ടല്ലേ ഇപ്പൊ ഇത്രയും ബേജാറായിട്ട് നടത്തുന്നത്? ഇതിപ്പോ ഞാൻ അവിടെ നിന്ന് ഇവിടെ പിടിച്ച് തമിഴ്നാട്ടിലൊരു മെത്തിച്ച ഒരു കുട്ടിനെ കാണിച്ചു തന്നപ്പോ അത് നല്ലൊരു കുട്ടി, ഇപ്പൊ എന്നിട്ട് ഇങ്ങനെയാ സംസാരിക്കുക? അല്ല ഇപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? ഈ കല്യാണം വേണോ വേണ്ടിയോ? എന്തായാലും എനിക്ക് അവരെ വിളിച്ചു വരണം, ഇല്ലെങ്കിൽ പറയാലോ, വെറുതെ ആ കുട്ടിനെയും കൂടി മോഹിപ്പിക്കാണ്ട്. നീ അത് വിട് ബാബുവോ, കല്യാണം കഴിഞ്ഞാലേ ഇവരെ ഇളയിച്ചി മൂത്തച്ചി ആവല്ലേ, അപ്പൊ അവൾക്ക് അവളുടെ സ്റ്റാറ്റസ് കൂടി നോക്കണ്ടേ, അതുകൊണ്ട് മോൾ ഓരോന്ന് പറഞ്ഞതാ. പിന്നെ മോളെ, ഇനിയിപ്പോ നമ്മുടെ വിനോദിനെ വേറെ പെണ്ണൊന്നും കിട്ടും തോന്നില്ല. ഇതിപ്പോ ഒരു പാവല്ലേ, എന്തായാലും നമുക്കത് ഉറപ്പിക്കാം. ഇനി കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഈ ബന്ധു പിടിച്ച് അങ്ങോട്ടേക്ക് പോകുമൊന്നുമില്ലല്ലോ, പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഇവിടെ തന്നെ ഇരുത്തുക, അത്ര തന്നെ. എന്തായാലും ഇപ്പൊ പെണ്ണ് കണ്ട് വന്നിട്ടല്ലേ ഉള്ളൂ അമ്മേ, മറുപടി ഇപ്പൊ തന്നെ കൊടുക്കൊന്നും വേണ്ടല്ലോ. ഞാൻ എന്തായാലും എന്റെ വീട്ടുകാരോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. ഓ എന്റെ കൊച്ച് അങ്ങനെ വിശദീകരിച്ച് മോളെ വീട്ടിലൊന്നും പറയണ്ടാന്ന്. അല്ലെങ്കിൽ അവർ അങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ടാ? ഇനിയിപ്പോ അവർക്ക് ഇഷ്ടമല്ലാണ്ട് നമ്മൾ നടത്തിയാലോ? പിന്നീട് നിങ്ങൾ തമ്മിൽ ഇതൊരു പ്രശ്നമല്ലേ? എന്തിനാ അത്? അല്ലപ്പോ നമ്മൾ വിനോദന്റെ കാര്യം നോക്കിയ പോരെ, അവൻ ആ കൊച്ചിന് അത്രയ്ക്ക് ഇഷ്ടമായിന്ന്. ഈ കല്യാണം കഴിക്കാത്ത ആൾക്കാരുടെ പ്രശ്നം ഉണ്ടല്ലോ, അത് കല്യാണം കഴിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ല. ആന്ന് പളനി ചാവി നാളെ പളനിന്ന് വരും, പിന്നെ ആ വിളിയോട് വിളിയായിരിക്കും. ഈ കാര്യത്തിലൊക്കെ 100 ആയുസാണ്. ഓ മൂദേവിയായിരുന്ന ആരെ? ഓ എന്റെ ഭാര്യ മീനാക്ഷി. ആ മീനാക്ഷി പറ മോളെ, ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി പെണ്ണ് കണ്ട് വന്നു. ഞാൻ ഭാര്യ വീട്ടിലുണ്ട്, കഴിഞ്ഞിട്ട് വരാം. തമിഴ്നാട്ടിൽ പോയിട്ട് നിനക്ക് കൊളാഫലം മേടിച്ചതുണ്ട്, ഗിണ്ടടി. ആ അത് ഞാൻ വന്നിട്ട് പറയാ, നല്ല കൊച്ചാണ്. ആ ശരി. ബാബു, നീ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിന്റെ ഭാര്യൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. അവള് കുടുംബശ്രീ പോയിട്ട് ഇതൊക്കെ ആ പെണ്ണുങ്ങളുടെ വിളമ്പോടാ, പിന്നെ ഇതും കൂടി അങ്ങനെ നടക്കാണ്ടാകും. ഈ കല്യാണം കഴിയണവരെ താൻ്റെ അടുത്തൊന്നും പറയാണ്ടിരിക്കേ, മനസ്സിലായാ? അങ്ങനെയൊന്നും ഞാൻ വിട്ടു പറയില്ലാന്ന്. അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ സ്വഭാവം എനിക്കറിയില്ലേ, മോശമായിട്ട് സാധനയാണ്. അപ്പോഴേ എന്തായാലും ഇന്ന് രാത്രി ആയാലും നാളെ രാവിലെ ആകുമ്പോഴേക്കും വിവരം തരണം. എനിക്ക് ആരെ വിളിച്ച് പറയാനുള്ളതാ. എന്നാ ഞാൻ പോട്ടെ. എന്നാ നീ വിട്ടോ, പൈസ ആയിട്ടൊന്നും കയ്യിലില്ല. അവൻ വരട്ടെ, ഞാൻ ഗൂഗിൾ പേയിലും അയച്ചു വിടാം. ഓ ആയിക്കോട്ടെ. പിന്നെ കേരളത്തില് പെണ്ണ് കാണുന്ന പോലെയല്ല, അത് സ്റ്റേറ്റ് മാറിയിട്ടാണ്. അപ്പൊ കരത്തിലയക്കി. ഇനിയിപ്പൊ എന്റെ ഭാര്യക്കുള്ള കൊളാപ്പഴം ഞാനിപ്പോ എവിടെ നിന്നാ മേടിച്ചിട്ട് പോവാ, ഓരോ സാധനങ്ങൾ. മോളെ, നീ നിന്റെ വീട്ടുകാരുടെ അടുത്ത് ചെറുതായിട്ട് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കേ, എന്നിട്ട് ഇന്ന് എന്നെ ഒന്ന് വിവരം തരണേ. അല്ലെങ്കിൽ ഇത് വിട്ട പിന്നെ പെണ്ണ് കിട്ടാണ്ടാകും. എന്തായാലും ഞാൻ ഒന്ന് ചോദിക്കട്ടെ അമ്മേ, എന്നിട്ട് പറയാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു, അത്ര കാലമായി.
അപ്പോട്ടാ എന്താ ചെയ്യാ, എന്റെ വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ല ഈ കല്യാണത്തിന്. ഒന്നാമത് തമിഴ് ആൾക്കാരല്ലേ. ഇല്ല, അമ്മയോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. വിനോദേട്ടന്റെ കാര്യം പറയാതിരിക്കാ നല്ലത്. ആളിപ്പോ അന്ന് പെണ്ണ് കണ്ടതിന് ശേഷം നിലത്തൊന്നല്ല നിക്കണത്. വിളിയൊന്നുമില്ല. ആ പെൺകുട്ടിക്ക് ഫോണില്ലാത്തോണ്ട് വിളിക്കലൊന്നുമില്ല. പോട്ടാ, അത് പ്രശ്നം തന്നെയാ. എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് എങ്ങനെയാ അവര് വരിക? അപ്പോട്ടും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ശരി, ഓക്കെ. ബാബേട്ടാ, ആരടാ? വിനോദ നീയാ? എന്താടാ മോനെ, പണിക്ക് പോയിട്ട് വരുന്ന വഴിയാ? ബാബേട്ടാ പണി കഴിഞ്ഞ് വരിക. ഞാൻ വരുന്ന വഴിക്ക് ബാബേട്ടന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവരാ പറഞ്ഞ അവിടെ ഇല്ല, ഇങ്ങോട്ട് വന്നത്. നീ എന്തിനാടാ മോനെ ബാബുവേട്ടന്റെ വീട്ടിൽ പോയത്? അല്ലെങ്കിൽ നിനക്കൊന്നും വിളിച്ചാൽ പോരായിരുന്നോ? ഫോണിലെ കയ്യിലുള്ളത്. അല്ല, അത് ഫോണിലൂടെ സംസാരിച്ചാൽ ശരിയല്ലോ, നേരിട്ട് പറയേണ്ട കാര്യം. അതെന്താടാ നേരിട്ട് പറയാൻ മാത്രമുള്ള അത്രയും വലിയ സീരിയസ് നമ്മൾ തമ്മിൽ എന്താ? അല്ല, നമ്മളിപ്പോ തമിഴ്നാട്ടിലെ പെണ്ണ് കാണാൻ പോയിട്ട് 3 ദിവസമായില്ലേ. അപ്പൊ എനിക്ക് ആ കുട്ടീനെ വിളിക്കണമെന്നുണ്ട്. പക്ഷെ ആ കുട്ടിന് ഫോണില്ലാലോ. ബാബോട്ടനില്ലേ ആ കുട്ടിന്റെ അച്ഛന്റെ നമ്പർ ഉണ്ടോ? നീ ആള് കൊള്ളാളോ വിനോദേ. എടാ ബാബുവേട്ടൻ അപ്പോഴേ കാര്യം മനസ്സിലായി. നിന്റെ വായിന്ന് വരാൻ വേണ്ടിയില്ലടാ ഉരുണ്ട് കളിച്ചത്. ഇവിടെ പെണ്ണ് കാണാൻ പോയില്ല, അപ്പോഴേക്ക് നമ്പറോ? അതൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ലടാ. അല്ലെങ്കിൽ അന്ന് നിങ്ങളുടെ സംസാരം കണ്ടപ്പോഴേ മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന്. പിന്നെ എന്ത് എൻഗേജ്മെന്റ് അല്ലേ? എടാ ആ പെണ്ണിന്റെ അച്ഛൻ്റെ ഒരു ചെറിയ ഫോണാല്ലേ, അതാണെങ്കിൽ ഏത് നേരം സ്വിച്ച് ഓഫാ. അതിൽ വിളിച്ചാലൊന്നും കാര്യങ്ങൾ നടക്കില്ലടാ മോനെ. നിന്റെ വീട്ടുകാര് കറക്റ്റ് ഒരു മറുപടി തരാണ്ടാണ്. അല്ലെങ്കിൽ ഇതെപ്പോഴോ ശരിയാക്കിയില്ലേ ബാബുട്ടെ? ആ പളനിച്ചാമയാണ് ദിവസം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തായി പറഞ്ഞിട്ട്. അല്ലടാ മോനെ, നിനക്കിഷ്ടമല്ലേ, പിന്നെന്തിനീ വീട്ടുകാരന്റെ സമ്മതമൊക്കെ നോക്കി നിൽക്കണേ? അതല്ല ബാബുട്ടാ, വീട്ടുകാരെന്തായാലും ഇപ്പൊ ഓക്കെ എന്നാ പറയുള്ളൂ. പക്ഷെ ഗീതുവിന്റെ ആൾക്കാരുടെ സ്വഭാവം അറിയാലോ, അവര് കുറച്ച് അങ്ങനെ വളർന്നല്ലേ. ഇപ്പൊ അവര് ഇവിടെ നാട്ടിലില്ല, പുറത്താണ്. അപ്പൊ അവര് വന്നിട്ട് ആ കുട്ടി കാര്യം പറയാൻ പറഞ്ഞിട്ടാ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്നിപ്പോ അവരിപ്പോ ഒന്നും പറയാലോ, സമ്മതിക്കുള്ളൂ. ഞാനല്ല കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു സ്വരച്ചേർച്ച വേണ്ട പറഞ്ഞിട്ടാണ് അവര് ഞാൻ പറഞ്ഞിട്ട്. എന്തായാലും ഞാനിപ്പോ വീട്ടിലേക്കാ പോകുന്നത്. ഇപ്പൊ തന്നെ അമ്മനോടെ ബാബുട്ടിനെ വിളിക്കാൻ പറയുന്നുണ്ട്. പിന്നെ അതിന് ശേഷമേ ഈ ഞായറാഴ്ച എനിക്ക് ആ കുട്ടി ഒന്ന് പോയി കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്നോ? അതെന്താടാ അങ്ങനത്തെ ഒരു ചോദ്യം? എടാ നിന്റെ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ കഴിഞ്ഞു, അതോടെ കല്യാണം ഫിക്സ്. അവരുടെ വീട്ടുകാർക്ക് എതിരെ അഭിപ്രായം ഒന്നും ഉണ്ടായില്ലടാ. പിന്നെ ഞായറാഴ്ച മുമ്പ് നീ വേണ്ട, ബാബുട്ടും കൂടെ വരാം. അവിടെ വന്നിട്ടേ ബാബുട്ടിനും ഒരാളെ കാണാനുണ്ട്. ഞാൻ പോട്ടെ. എന്നാ മോൻ വിട്ടോ, ഞാൻ വിട്ടോ. മുപ്പത്തഞ്ച് വയസ്സായിട്ട് ചെക്കൻ്റെ ഒരു നാണം നോക്ക്. അവന്റെ നാണം കാണുമ്പോ എനിക്കും എന്തൊക്കെയാവുന്നു. മല്ലിക ഞായറാഴ്ച വരുന്നുണ്ട്. அவர் பொண்ணு பார்க்க வந்துட்டு எனக்கு 1 வாரம் ஆகுது. நான் திரும்பி வருவியா? மாமா എന്താടി മോളെ ഇത്? ആ ബാബു പോകുമ്പോ തന്നെ പറഞ്ഞതല്ലേ അവിടുത്തെ കാര്യങ്ങൾ ഈ വിശദീകരിച്ച് നിന്റെ വീട്ടുകാരുടെ അടുത്ത് പറയണ്ടെന്നുള്ളത്. അവിടെ ഒരു ഓലപ്പുരയാണ്, അച്ഛൻ പണിക്കൊന്നും പോകുന്നില്ല, അവൾ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കോ? അല്ലെങ്കിലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം മോളുടെ മൂത്തശ്ശിയായിട്ട് വരുന്നവളെ ഇങ്ങനെ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരാണ് പറഞ്ഞ. അല്ലെങ്കിലും ചെക്കന്റെ കാര്യം ഞാൻ ആലോചിക്കുന്നത്, അവൻ ഇപ്പൊ എന്തൊരു നിധി കിട്ടിയ പോലെയാ നടക്കുന്നത്. മോളെ ഒന്നുകൂടി എന്റെ വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ കൊറേ പറഞ്ഞതാ അമ്മേ, വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ല. നമുക്ക് വിനോദേട്ടനെ ഇവിടെ എവിടെയെങ്കിലും പെൺകുട്ടിനെ നോക്കിയാ പോരെ? ഇവിടത്തെ കാര്യം നിനക്കും അറിയുന്നല്ലേ മോളെ. 10-40 അവിടെ പെണ്ണ് കാണാൻ പോയതല്ലേ. എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ബ്രോക്കറിനെ കൊണ്ട് വേണ്ടാവിട്ട് നീ തന്നെയല്ലേ ആ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് അതിലെന്തായി?
ഇനിയിപ്പൊ ചെക്കന് ചിങ്ങം വന്നാലേ 36 തികയാണ്. ഇപ്പൊ അതിനനുസരിച്ചുള്ള പെണ്ണുങ്ങളൊക്കെ അല്ലേ വരിക. അല്ലെങ്കിൽ പിന്നെ വല്ല രണ്ടാം കെട്ടും ആയിരിക്കും. രണ്ടാം കെട്ടാണെങ്കിൽ അത് മതിയമ്മേ. വിനോദേട്ടന് എന്ത് ക്വാളിറ്റിയാ ഉള്ളത്? 35 വയസ്സുമായി. പിന്നെ ഏത് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടാനാ? അമ്മ ബാബുവേട്ടനോട് പറഞ്ഞിട്ടേ ഏതെങ്കിലും സെക്കൻഡ് മാരേജ് ഉള്ള കുട്ടീനെ നോക്കാൻ പറഞ്ഞാൽ മതി. അതാവുമ്പോ പെട്ടെന്ന് നടക്കും. ഈ രണ്ടാം കെട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ പോയി വന്നതിന് ശേഷമേ ചെക്കൻ ആ പെണ്ണിനെ തന്നെ വിചാരിച്ചുകൊണ്ട് നടക്കുക. അവന്റെ അടുത്ത് എങ്ങനെയാ മോളെ ഞാൻ വേണ്ട പറയാ? വിനോദേട്ടനോടല്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അമ്മ, ഞാൻ വരുന്ന വഴിക്ക് ബാബുവേട്ടനൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണ് കണ്ടു വന്നിട്ട് 3 ദിവസമായില്ലേ. അവർക്കാണെങ്കിൽ വിളിച്ചു പറയാനായിട്ട് ഫോണോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് തന്നെ എന്തെങ്കിലും വിവരം ബാബുവേട്ടനോട് പറയുകയാണെങ്കിലേ മൂപ്പര് ആ പള്ളിച്ചാമിനെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ അറിയിക്കാന്ന് പറഞ്ഞേ. അങ്ങനെയാണ് ശരിക്കും ഞായറാഴ്ച ഞാനും ബാബുവേട്ടനും കൂടി പോയിട്ട് ആ കുട്ടീനെ ഒന്ന് കാണണമെന്നുണ്ട്. അതിപ്പോ മോനെ ഗീതുവിനെ നിന്റെ അടുത്ത് എന്തോ പറയാനുണ്ടത്രേ. എന്തേ? അതെ വിനോദേട്ടാ, നമുക്ക് ഈ ബന്ധം വേണ്ട. ഇതിനേക്കാൾ എത്രയും നല്ല ആലോചന നാട്ടിൽ കിട്ടും. ഇത് ഒന്നാമത് ലോങ്ങും അല്ലേ, പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? അല്ലമ്മ, ഇവിടെയൊക്കെ കുറെ പെൺകുട്ടികൾ നോക്കിയിട്ട് ഒന്നും കിട്ടാത്ത കൊണ്ടല്ലേ ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോയത്. അതും നിങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടല്ലേ വന്നത്. എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അവൾ ഇത്രയും ലോക്കലാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? എന്തെങ്കിലും ഒരു ഗതി വേണ്ടേ? അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലല്ലേ വന്ന് താമസിക്കാൻ പോണത്. അത് എന്റെ സ്റ്റാറ്റസിന് ഒരു കുറവ് തന്നെയാണ്. എന്ത് സ്റ്റാറ്റസിന് കുറവ്? എടാ, ഒരു കാലത്ത് ഇതിലേക്കാരും ഗതിയില്ലാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അത് അമ്മയ്ക്കും അറിയുന്നല്ലേ. അല്ലെങ്കിൽ ആ കുട്ടിന്റെ കുടുംബത്തിന് എന്തിനാ എല്ലാവരും നോക്കാൻ നിൽക്കുന്നത്? ഞാൻ കെട്ടാൻ പോകുന്ന അവളെയാണ്. അത് നല്ല കുട്ടിയാ, അത് മാത്രം നോക്കിയാൽ പോരെ? ഒരു കല്യാണം എന്ന് വെച്ചാൽ ഒരു കുടുംബം മൊത്തം തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അവൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലല്ലേ വന്ന് താമസിക്കുക. അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം കൂടെ പരിഗണിക്കേണ്ടതല്ലേ? നിങ്ങളുടെ ഇഷ്ടത്തെക്കാളും കൂടുതൽ പരിഗണിക്കുന്നത് എന്റെ ഇഷ്ടമല്ലേ. ഞാനല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഓ മതി മതി, ഇതുവരെയായിട്ട് ഒരു പ്രശ്നമില്ലാതിരുന്ന കുടുംബമാ. ഇപ്പൊ അവിടെ പെണ്ണ് കണ്ടു വന്നപ്പോ തൊട്ട് തുടങ്ങി. എടാ മോനെ, കുടുംബത്തിൽ ഒരാൾക്ക് ഇഷ്ടമില്ല പറഞ്ഞാലേ ഇനി വന്നു കാരണം അതൊന്നും ശരിയാവില്ല. നീ ഞാൻ എന്തെങ്കിലും ബാബുവിനെ വിളിച്ച് പറയാ. നീ ഇപ്പൊ പണി കഴിഞ്ഞ് വന്നല്ലേ, വിളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. എന്താ ഇത്? എല്ലാരും കൂടി എന്നെ കളിപ്പിക്കുകയാണോ? നിങ്ങളെ കൂടിയല്ലേ എന്നെ അവിടെ പെണ്ണ് കാണാൻ കൊണ്ടുപോയത്? ആ, നിന്റെ കല്യാണം നടത്താൻ വേണ്ടി ഞങ്ങൾ എന്നെ കൊണ്ടുപോയത്. പക്ഷെ അത് ഇങ്ങനത്തെയാണെന്ന് നമുക്കറിയുന്നില്ലല്ലോ. ഇതിന് മുമ്പ് 10-40 പെണ്ണ് കാണാൻ പോയതല്ലേ. അതുപോലെ ഒന്നാക്കിയിട്ട് ഇത് നീ അങ്ങോട്ട് എഴുതി തള്ളു. ഇനിയേ ഇതിന്റെ പേരിലൊരു സംസാര വിഷയം വേണ്ട, നീ പോവാൻ നോക്ക്. போனா நீங்க திரும்பி வருவியா? അന്ന് അങ്ങനെ ചോദിച്ചത്? സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വെറുതെ പെണ്ണ് കാണാൻ വന്നതാ. പക്ഷെ തന്നെ കണ്ട് സംസാരിച്ചപ്പോ എനിക്ക് ഒരു മുൻപ് ഒരാളെ പോലെ തോന്നി. ഞാൻ കണ്ടിപ്പോ തിരിച്ചു വരും. കല്യാണം കഴിച്ചാലേ ഞാൻ നന്നായിട്ട് നോക്കാട്ടോ. செல்விக்கா, காலையில நீங்க என் வீட்டுல வந்தியா? ஆமா ரமேஷ், போன வாரம் கேரளாவில இருந்து பொண்ணு பார்க்க வந்தல, அவங்களோட நம்பர் இருக்கா உங்க கையில? ஓ, அதுக்கு தானே வந்தது. நான் வேற என்னமோ நினைச்சேன். ஏக்கா நீங்க இங்க தனியா நிக்கிற? ஒன்றும் இல்லை ரமேஷ், இன்னைக்கு வரைக்கும் அவரை பத்தி எந்த தகவலும் இல்லை. அன்னைக்கு பொண்ணு பார்க்க வந்த சமயத்து இங்கே தான் நாங்கள் பேசுறது. என்னமோ என் மனசு சொல்றது அவர் என்னை பார்க்கறதுக்கு இங்கே வருவேன்னு. அதனால தான் காலையிலிருந்து இங்கே வெயிட் பண்ணுறேன். அந்த ஆளோட நம்பர் என் கையில கிடையாதுக்கா. ஆனா அவங்க கூட வந்த புரோக்கர் பாபு அண்ணா இல்லையா, அவங்க நம்பர் இருக்கு. அக்கா ஒரு நிமிஷம். ആ രമേശേ,
ஏய் சொல்லுடா சொல்லு. சௌக்கியமா? பாபு அண்ணா இங்க சௌக்கியமா இருக்கு. அப்புறம் பாபு அண்ணா, நான் கால் பண்ணது அன்னைக்கு நீங்க செல்விக்க பொண்ணு பார்க்க வந்தியா கேரளா இருந்து? ஆமா ஆமா, அதுக்கு பதில் ஒன்றும் கிடைக்கல, என்னாச்சு? என்னடா சொல்றது, அது ஆக பிரச்சனை ஆயிலடா. பிரச்சனை வரனா அந்த செகண்டா வீட்டுக்காருக்கு இந்த பொண்ணிനെയും വീട്ടുകാരെയും പിടിക്കല. എന്നാ ചെയ്യണടാ. ഞാനെന്താ പളനിച്ചാമിയെ വിളിച്ച് പറഞ്ഞല്ലോ, അവൻ നിന്നെ വിളിച്ചില്ലേ? ஓ அப்படியா? அந்த பழனிசாமி என்கிட்ட ஒண்ணுமே சொல்லல. அந்த அக்கா வேற தோட்டத்திலே நின்னுக்கிட்டு இருக்கா, அவங்கள நினைச்சிட்டு. ഇനിയിപ്പോ എന്ത് ചെയ്യാനടാ? ഇപ്പൊ അവർക്ക് താല്പര്യം ഇല്ല പറഞ്ഞാ ഇങ്ങ ഒന്നും നടക്കില്ലാലോ. നീ എന്താ കുളന്തിയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക് കേട്ടോ. ആ ശരി ശരി. ரமேஷ், அவர் என்ன சொன்னாரு? என்ன பார்க்க வந்துருவியா? செல்விக்கா, அவங்க இனி வரமாட்டாங்க. நீங்க அது மறந்துடுங்க. முதல்ல நீங்க வீட்டுல போங்க. എന്നെ ഇഷ്ടായോ? എടാ മോനെ വിനോദേ, ഒന്ന് അടന്നേ. ആ ബാബോട്ടാ. അല്ലടാ മോനെ, നീയല്ലേ അന്ന് പറഞ്ഞത് നിന്റെ വീട്ടുകാർക്ക് ഈ കല്യാണത്തിന് ഒരു കുഴപ്പം ഉണ്ടായില്ല, അവര് സമ്മതിക്കും, എന്നിട്ട് ഞായറാഴ്ച നമുക്ക് രണ്ടാക്കും കൂടി ഓളെ കാണാൻ പോകണം പറഞ്ഞതല്ലേ? പറഞ്ഞല്ലേ? അല്ലടാ മോനെ, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുകയാണേ. കെട്ടാൻ പോകുന്ന നിനക്ക് പ്രശ്നമില്ല, നിന്റെ അമ്മയ്ക്കും പ്രശ്നമില്ല, നിന്റെ അനിയന്റെ ഭാര്യന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല വെച്ചിട്ട് ഈ കല്യാണം നിർത്തി വെക്കുക. എടാ ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്നതാണാ? പൊന്നുമോനെ 10-35 വയസ്സായില്ലേ, നീ എന്തിനാടാ അവരിങ്ങനെ പേടിക്കുന്നത്? അയ്യയ്യേ. അത് പാവട്ടാ, അനിയൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്തായിരുന്നു ഈ കുട്ടീനെ പ്രേമിക്കുന്നതേ. പിന്നെ അവന്റെ പഠിത്തം കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു ശമ്പളത്തിലാണ് ജോലി ചെയ്തത്. ആ കുട്ടി വലിയ പൈസക്കാരായിരുന്നു. കല്യാണത്തിനൊന്നും അവന്റെ വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ആ പെൺകുട്ടി പിടിച്ച പിടിയാൽ നിന്നുകൊണ്ടാണ് ആ കല്യാണം കഴിഞ്ഞത്. പിന്നെ അവളുടെ അച്ഛനാണ് അവനെ ഗൾഫിലേക്ക് അയച്ചതും അവിടെ നല്ലൊരു കമ്പനി ജോലി മേടിച്ചു കൊടുത്തു. ഇപ്പൊ 2-3 ലക്ഷം സാലറി ഉണ്ട്. അവന്റെ ജീവിതം സെറ്റായി. അതുകൊണ്ട് എന്താ ഇപ്പോ അവളുടെ വീട്ടുകാർ പറയുന്നത് അതിന്റെ അപ്പുറം കടക്കില്ല അവനും അമ്മയെ. ഇവരെ എതിർത്തിട്ട് എനിക്ക് ആ പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ അറിയായിട്ടല്ല. അതൊരു പാവമാണ്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇതുവരായിട്ട് സന്തോഷം എന്താണെന്ന് അറിഞ്ഞില്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഇവര് ആ ദേഷ്യം വെച്ച് ആ പെൺകുട്ടിയോട് പെരുമാറിയാലോ, അതായാലും വലിയ കഷ്ടമല്ലേ. എന്തായാലും ഒന്ന് കുറച്ച് നേരമല്ലേ സംസാരിച്ചിട്ടുള്ളൂ. ആ കുട്ടിയൊക്കെ ഇപ്പം എന്നെ മറന്നിട്ടുണ്ടാവും. ഏതായാലും നല്ലൊരു ബന്ധം വന്നിട്ട് അത് രക്ഷപ്പെട്ട് പോയാൽ മതിയായിരുന്നു. എൻ്റെ വിനോദേ, എല്ലാ പെൺകുട്ടികളും ഒരേപോലെയല്ലടാ. ആ പാവത്തിൻ്റെ ജീവിതത്തിലേ ഇതുവരെയായിട്ട് നല്ലൊരു കാര്യം ഒന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. നമ്മളും കണ്ടതാണല്ലടാ. എടാ, ചില പെൺകുട്ടികൾക്ക് ഒരാൾ ഇഷ്ടപ്പെടാൻ മാസങ്ങളോ ദിവസങ്ങളോ ആഴ്ചകളൊന്നും വേണ്ട. കുറച്ചു നേരം ഒരാളോട് സംസാരിച്ചാൽ മതിയാവും. പിന്നെ ജീവിതകാലം മുഴുവൻ അവർ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അതുപോലത്തെ പെണ്ണാടാ അതും. നീ പറഞ്ഞില്ലേ നിന്നെ മറന്നിട്ടുണ്ടാന്ന്. നിങ്ങളന്ന് സംസാരിച്ചില്ലേ ഒരു തെങ്ങുതോപ്പ്? രാവിലെ മുതൽ അവള് അവിടെ നിന്നെയും കാത്തു നിൽക്കാടാ. ആ രമേശൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ പറഞ്ഞതാ. ഇനി വീട് ഇനിയിപ്പം ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശേ, ரமேஷ், என்னடா என் முறை பொண்ணுகிட்ட என்ன பேச்சு? ஒன்றும் இல்லைண்ணா, நான் இங்க சும்மா வந்தேன். அக்கா வரேன். ரமேஷ், எங்க போற? இங்க வா. செல்லம், சௌக்கியமா? ஏன் ரமேஷ், நான் இல்லாத டைம்ல என் முறை பொண்ணுக்கு பையன் பார்த்துருக்க, அதுவும் கேரளாவில இருந்து. அவ்வளவு பெரிய கில்லாடியா நீ?
ஆனா நான் கிடையாதுண்ணா எல்லாம் அந்த பழனிசாமியோட வேலை தான். என்னடா இந்த மாரிமுத்துக்கிட்டே விளையாட்டா? நான் எங்க போனாலும் இங்க நடக்கிறது எல்லாம் எனக்கு தெரியும். மாமா அவனு விட்டுரு, அவனுக்கு எதுவும் தெரியாது. இல்லம்மா ஒண்ணும் பண்ணல. நீ ரமேஷ் நீ ஓகே தானே? செல்லம் இந்த மாமாவுக்கு என்னடி குறை? அழகு இல்லையா, அறிவு இல்லையா, காசு இல்லையா, பின்ன ஏண்டி உனக்கு என்ன பிடிக்கல? செல்லம் பயப்படாத மாமா அப்படி சொல்லல. என்னடா உன் செல்வியம்மா கேட்ட இப்படி ஒண்ணு டேய் ரமேஷ் போடா, பாத்து போ. டேய் மாரிமுத்து ஒண்ணுல செல்விமா நீ போ பாத்து போ. டேய் பழனிசாமி, யாரடா அந்த மலையாளத்தான்? ഭാനുവടുത്തേ ഭാനുവടുത്തി നീ എന്താടാ ബാബു കാറിക്കൊണ്ട് ഇങ്ങനെ ഓടി വരുന്നേ? എന്താ കാര്യം? ഞാൻ എത്ര നേരം ഉണ്ടെന്ന് ആടെ പോയിട്ട് ബെല്ലടിക്കുന്നു, ആരെങ്കിലും തുറക്കണ്ടേ? അല്ല നിങ്ങള് ഇവിടെ എന്ത് തരിക? തേങ്ങ മഴിട്ട് പോയതല്ലേ, ആവുന്നില്ല അല്ലേ? പിന്നെ നമ്മുടെ വിനോദിന് പറ്റിയ നല്ലൊരു 2ാം കെട്ട് കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ ചായയും കുടിക്കാണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്. ആ നീ ആള് കൊള്ളാലടാ ബാബു. തമിഴ്നാട്ടിൽ നിന്ന് ഒരുതിനെ കൊണ്ടുവരാ പറഞ്ഞു, അത് 2 ദിവസത്തിൽ റെഡിയാക്കുകയും ചെയ്തു. പിന്നെ പവിളിനെ വേണ്ട വെച്ചിട്ട് 2ാം കെട്ട് ഏതെങ്കിലും നോക്ക് പറഞ്ഞാ 2 ദിവസത്തിൽ അതും റെഡിയാക്കിയാ. അല്ല ഇതിപ്പോ എടുത്തയാ? ഓ അവര് പെണ്ണുങ്ങള് നമ്മുടെ അടുത്ത് മുണ്ടൂർ തന്നെയാണെന്ന്. നമ്മുടെ ഒരു സദാശിവനല്ലേ, അല്ല നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല, ബ്രോക്കറാണ്. അവനാണ് ഇപ്പൊ ഇത് മുട്ടിച്ചു തന്നതേ. അപ്പോ പെണ്ണിന് 32 വയസ്സുണ്ട്, അത് നോക്കാൻ വേണ്ട. പിന്നെ 35, 36 ആയല്ലോ. അപ്പോ ആദ്യത്തെ കല്യാണത്തിൽ എന്തോ അവര് തമ്മിൽ പ്രശ്നമായിട്ട് ഡിവോഴ്സ് ആയതാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി. കുട്ടിയും മക്കളൊന്നും ഇല്ല കേട്ടോ, അതിന് ബാധ്യതയൊന്നുമില്ല. പെണ്ണേ ജർമ്മനിലെ നേഴ്സാണ്, ഇപ്പൊ ലീവിന് വന്നിട്ടുണ്ട്. ആദ്യം പെണ്ണ് കല്യാണം ഒന്നും വേണ്ടായിരുന്നതാ, ഇപ്പൊ വീട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോഴേ പിന്നെ സമ്മതിച്ചാ. അതുകൊണ്ട് ഇവന്റെ വയസ്സോ ജോലിയോ കൂലിയോ ഒന്നും പ്രശ്നമില്ലെന്ന്, അവർക്ക് ഒരു ഡിമാൻഡും ഇല്ലാതെ. എന്റെ ഭാനു വെച്ചേ ഈ കല്യാണമൊക്കെ നടന്നു കിട്ടിയാണ്ടല്ലോ, വിനോദിനെ നേരെ അവര് ജർമ്മനിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളുടെ അളിയ മോനെ പോലെ ഗൾഫല്ല, യൂറോപ്പാണ്, യൂറോപ്പ്. അയ്യോ ഈ എന്താടാ ബാബു ഈ പറയണത്? കല്യാണം കഴിഞ്ഞിട്ട് ഇവനെ ഇങ്ങോട്ട് യൂറോപ്പിൽ പോകുന്ന അതൊന്നും നടക്കണ കാര്യല്ല. നീയേ നാട്ടിലേതെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ നോക്ക്, അതാണെങ്കിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമല്ലോ. ഇതിപ്പോ 10, 36 വയസ്സായിട്ട് ഇപ്പൊ യൂറോപ്പിൽ പോയിട്ട് നിൽക്കല്ലേ. അല്ല നിങ്ങൾ എന്ത് വർത്താനെ പറയുന്നത് ഭാനു വെച്ച്? ആളെ പൊടനാക്കേനെ ഈടെ നേരെ പെണ്ണ് കിട്ടാണ്ടല്ലേ അങ്ങ് തമിഴ്നാട്ടിൽ പോയിട്ടൊരു പെണ്ണ് കൊണ്ട് ഞാൻ ഒപ്പിച്ചത്. അത് നല്ല ഫസ്റ്റ് ക്ലാസ് കുട്ടിയും. അവിടേക്ക് പെണ്ണിന്റെ വീട് പോരാ, അച്ഛന് ഭംഗിയില്ല പറഞ്ഞിട്ട് അത് നിങ്ങളെ മരുമോളും മുടക്കിയില്ലേ. എന്നിട്ട് നിങ്ങളല്ലേ പറഞ്ഞില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു 2ാം കെട്ട് പെണ്ണ് കൊണ്ട് പോകുന്നത്? അതല്ല ഞാൻ ഇത്രയും പെട്ടെന്ന് ഇത് ഒപ്പിച്ചത്. അല്ലേ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ഡിമാൻഡുള്ള പെണ്ണുങ്ങളും ഇവിടെ വരും നിൽക്കുന്നില്ല. നല്ല ജോലിയുള്ളവർക്ക് തന്നെ പെണ്ണ് കിട്ടുന്നില്ല. എന്നിട്ടല്ലേ 36 വയസ്സായിട്ട് ഈ മാർപ്പിന് പണിക്ക് വന്ന ചെക്കന്. ഇങ്ങനെയാണെങ്കിൽ ഈ ചെക്കന് ജന്മത്തിൽ പെണ്ണ് കിട്ടില്ല കേട്ടോ. ബാബു ഏട്ടാ നിങ്ങളിത് മുടക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്റെ അമ്മേ, ഏട്ടൻ ഇത് വിട്ട് ഏതെങ്കിലും നല്ല ആലോചന വരുമോ? പോരാത്തതിന് പെണ്ണാണെങ്കിൽ ജർമ്മനിയിലെ നേഴ്സും, അവർക്കൊക്കെ എത്ര ശമ്പളം എന്നറിയോ? പിന്നെ കല്യാണം കഴിഞ്ഞാൽ കൊണ്ടുപോകാന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്ത് വേണം? എന്തായാലും ഏട്ടന്റെ പഠിപ്പ് വെച്ചിട്ട് നാട്ടിൽ നല്ല ജോലിയൊന്നും കിട്ടാൻ പോണില്ലമ്മേ. പിന്നെ കെട്ടുപണി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നാണക്കേടല്ലേ? ഇതാവുമ്പോ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മകൻ യൂറോപ്പിൽ എന്ന് പറയുമ്പോ നമുക്കൊരു അന്തസ്സല്ലേ? അതല്ല മോളെ, ഇവൻ പറഞ്ഞ പോലെ ആ ജർമ്മനിയിലെ പെണ്ണിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ അവളുടെ അടിമയായിട്ട് നിൽക്കേണ്ടി വരും. നമ്മൾ ഈ സിനിമയിലും സീരിയലൊക്കെ കാണുന്നതല്ലേ. പെണ്ണിനാണെങ്കിൽ 10, 33 വയസ്സായിരിക്കണോ. ആ നമ്മുടെ ചെക്കനൊരു പാവമല്ലേ, അപ്പൊ അവനും നല്ല ജീവിതം വേണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ. ആ തമിഴ്നാടിന്റെ പെണ്ണിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവന്. പിന്നെ മോളുടെ വീട്ടുകാർക്ക് അതിന് താല്പര്യമില്ലാതെ പറഞ്ഞതുകൊണ്ട് മാത്രം അപ്പൊ അത് വേണ്ട വെച്ച തന്നെ. അപ്പൊ നല്ലൊരു പെൺകുട്ടിനെ നമുക്ക് റെഡിയാക്കി കൊടുക്കേണ്ടതേ നമ്മുടെ കൂടി ഉത്തരവാദിത്വം അല്ലേ. പിന്നെ 10, 36 വയസ്സായ ആൾക്ക് 18 വയസ്സുള്ള പെൺകുട്ടിനെ കിട്ടുമോ? എന്താ അമ്മ നിങ്ങൾ ഈ പറയുന്നത്? ആ കുട്ടിക്ക് എന്താ ഒരു കുഴപ്പം? നല്ല വിദ്യാഭ്യാസം, ജോലി, പിന്നെ പൈസയും ഉണ്ട്. വേറെ ബാധ്യതയൊന്നും ഇല്ലല്ലോ അമ്മേ. 2ാം കെട്ടിൽ ഇത്രയും നല്ല കുട്ടിനെ കിട്ടുക എന്ന് പറയുന്നത് ഏട്ടന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ബാബുട്ടാ, ആ കുട്ടി പോകുമ്പോഴേക്കും നിങ്ങളൊന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. അത് പോയിന്റ് കേക്ക്. ആ കുട്ടിക്ക് ബുദ്ധിയുണ്ട്. എന്റെ ഭാനു വെച്ച് നിങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ നോക്കി. ഇതും വിട്ട് ആ ചക്കന് വേറെ പെണ്ണ് കിട്ടില്ലാന്ന്. മോളെ
അവള് ലീവ് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് അതിന് കല്യാണം നടത്തുന്ന അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ വലിയ ആർഭാട കല്യാണം ഒന്നും വേണ്ടാലോ, 2ാം ഘട്ടല്ലേ, അതിൽ അമ്പലത്തിൽ വെച്ച് ആളൊന്നും വിളിക്കണ്ടാന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ 1 2 കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും 3-ാം മാസം കൊണ്ട് അച്ചക്കനെ ഒരു കൊണ്ടുപോകും. പാസ്പോർട്ടൊക്കെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടില്ലേ. പിന്നെ യൂറോപ്യൻ വിസ ആയതുകൊണ്ട് എന്തൊക്കെ നമുക്കറിയില്ല. അത് പിടി. അങ്ങനെയാണെങ്കിലേ ഈ ഞായറാഴ്ചന് നമുക്ക് പെണ്ണ് കാണാൻ പോയാലോ? വേണമെങ്കിൽ അന്ന് തന്നെ ഉറപ്പിക്കുകയും ചെയ്യാന്ന്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ബാബുട്ടാ. ഞായറാഴ്ച നമുക്ക് പെണ്ണ് കാണാൻ പോവാ. ജർമ്മനിയിലൊക്കെ ആയതുകൊണ്ടേ എന്റെ അച്ഛനെയും അനിയനെയും വിളിക്കാം. പറഞ്ഞാൽ ചിലപ്പോ വരുമായിരിക്കും. അതെന്തായാലും നന്നായി മോളെ. അവര് കുറച്ച് പൈസക്കാരാണേ. അപ്പൊ നമ്മൾ ഒട്ടും മോശമല്ലെന്ന് കാണിക്കണ്ടേ? അങ്ങനെയാണച്ചേ നിന്റെ അനിയനോട് വീട്ടിലുള്ള വലിയ കാറിന് എടുത്തു തരാൻ പറ. നമുക്കൊരു അന്തസ്സായിക്കോട്ടെ. എന്താ ഭാനു വെച്ചേ, ഞങ്ങൾ ഇത്രയും പറയുമ്പോ നിങ്ങൾ ഈ മുഖവും കൂർപ്പിച്ചിരിക്കുന്നത്? സന്തോഷമുള്ള കാര്യല്ലേ, ഒന്ന് ചിരിക്കി. ഓ, എന്ത് സന്തോഷിക്കാൻ. എന്റെ മോനെ ചെറുപ്പം തൊട്ട് തുടങ്ങിയതാ ബാബു ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ. അവൻ എന്നേവരായിട്ട് അവന് വേണ്ടി ജീവിച്ചിട്ടില്ല. കുടുംബം പറഞ്ഞിട്ട് ഇത്രയും വയസ്സായില്ലേ പാവത്തിന്. അവന്റെ ഒരു കല്യാണ കാര്യത്തിനടക്കം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല പറഞ്ഞാലേ എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ. അവന് പെറ്റമ്മയല്ലേ ഞാന്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്റെ ഭർത്താവ് ഈ വീട്ടിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാ? അപ്പൊ ഗൾഫിൽ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? അല്ലെങ്കിൽ അമ്മയ്ക്ക് മൂത്തമാനോടാണല്ലോ സ്നേഹം. എന്റെ മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. 2 മക്കളും എനിക്ക് ഒരേപോലെ തന്നെയാ. നമ്മുടെ അപ്പൂനെ പഠിപ്പിക്കാൻ വേണ്ടിട്ടേ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓ മതി മതി മതി. നിങ്ങൾ ഈ അമ്മായിമ്മയും മരുമകളും കൂടി ഈ കാര്യം പറഞ്ഞ തർക്കിയൊക്കെ നിൽക്കണ്ട. പഴയതല്ല, അത് കഴിഞ്ഞില്ലേ, അത് വിടി. ഇനിയിപ്പൊ ആകാൻ പോകുന്ന കാര്യം നോക്കാലോ. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടും പറ്റിക്കാത്ത ആൾക്കാർക്ക് നല്ല ജീവിതം കിട്ടുള്ളൂ, അത് ഉറപ്പാണ്. അല്ല, അവൻ എപ്പോഴാ പണി കഴിഞ്ഞ് വരിക? അങ്ങനെയാണെങ്കിൽ അവനോടും ചോദിച്ചിട്ടേ ഈ ഞായറാഴ്ച നമുക്ക് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം തീരുമാനിക്കായിരുന്നു. അവന്ന് പണിക്ക് പോയിട്ടില്ല ബാബോ. പുലർച്ചയ്ക്ക് അണിച്ച് ബൈക്ക് കൊടുത്തിട്ട് എവിടെയോ പോയതാ. ചോദിച്ചിട്ടാണെങ്കിൽ ചെക്കൻ ഒന്നും പറഞ്ഞൂല്ല. അവൻ എങ്ങോട്ടായി പോയത്? ഈ തമിഴ്നാട്ടിലേക്ക് പോയോ? അതായിരിക്കില്ല. അല്ല, നിങ്ങൾ വിളിച്ചു നോക്കില്ലേ? അമ്മ 2-3 പ്രാവശ്യം വിളിച്ചു നോക്കിയതാ. പക്ഷെ ഏട്ടൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ല ബാബുട്ടാ, നിങ്ങൾ ആ പെണ്ണിന്റെ നമ്പർ ഒന്നും കൊടുത്തില്ലല്ലോ അല്ലെ ഏട്ടന്റെ കയ്യില്? അതിന് പെണ്ണിന് ഫോണൊന്നും ഇല്ലാലോ, പിന്നെ എന്താണ് നമ്പർ എടുത്ത് കൊടുക്കാൻ? അല്ല, അവനിന്ന് രാത്രി വീട്ടിൽ വന്നിട്ടേ അന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ അവളുടെ ഏതൊരു രമേശനല്ലേ, അച്ചക്കനെ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രമേശന്റെയോ? അവന്റെ നമ്പർ എന്തിനാ ഏട്ടന്? എന്റെ ബാബുട്ട, നിങ്ങൾ എന്തിനാ അവന്റെ കൊടുക്കാൻ പോയത്? അതല്ല മോളെ, ആ പെണ്ണിപ്പോ ഇവന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണല്ലോ. ഇതിപ്പോ ഇനി അവളോട് കാത്തിരിക്കണ്ടെന്ന് പറയാൻ വേണ്ടിട്ടേ അവന്റെ നമ്പർ മേടിച്ചിട്ട് നേരിട്ട് വിളിച്ച് പറയാനാണെന്ന്. അല്ല, ഇനി നമ്മുടെ വിനോദൻ പണി പറ്റിക്കോ? സെൽവി, നിനക്ക് സുഖാണോ? சௌக்கியம்தான். ரமேஷ் என்கிட்ட சொன்னா நீங்க என்ன பாக்குறதுக்கு திரும்பி வரமாட்டான்னு. സെൽവി, ഞാൻ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലായാലും. പിന്നെ ഞാൻ അന്ന് പോകുമ്പോൾ എനിക്ക് വാക്ക് തന്നിട്ടല്ലേ പോയത്. പക്ഷേ എനിക്കൊരു മനസ്സമ്മതമില്ല. ഞാൻ വീണ്ടും കാണാൻ വരാതിരുന്ന് വേറൊന്നുമല്ല, നിന്നെയും കൂട്ടി അങ്ങോട്ട് വന്നിട്ട് വീണ്ടും അവിടെ അത് നിനക്കൊരു ബുദ്ധിമുട്ടാണ്ടാവും കേട്ടാ. പക്ഷെ അന്ന് ബാബോട്ടൻ പറഞ്ഞു നീ എന്നെ ഇവിടെ കാത്തുനിന്ന് പറഞ്ഞപ്പോഴേ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അത് ഞാൻ നിന്നെ കാണാൻ വേണ്ടി. എൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നേ അതാനാ. ആ തന്നെ വിട്ടുകൊടുക്കാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ സെൽവി, നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നെങ്കിലും നീ തന്നോട് വല്ലാത്ത അടുപ്പുള്ളൂ. പക്ഷെ എൻ്റെ വീട്ടുകാരെ എതിർത്തിട്ട് തന്നെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ പിന്നീട് അത് തനിക്കൊരു പ്രശ്നമോ വേണ്ട. താൻ ഇത്രയും കാലം ഇവിടെ മനസ്സമാധാനമായിട്ട് ഇരുന്നിട്ടില്ല. ഇപ്പോൾ കല്യാണത്തിന് ശേഷം അത് വേണ്ടോ? തനിക്ക് എൻ്റെ കയ്യിൽ നല്ലൊരു ചെക്കനെ കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. താൻ അത്രയ്ക്ക് നല്ല കുട്ടിയാടും. പിന്നെ അന്നും വന്നിട്ട് ഒരു പെൺകുട്ടിനെ മോഹിപ്പിച്ചിട്ട് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ചതി വേറെ ഒന്നും ഇല്ലല്ലോ. തന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ തനിക്ക് ഫോണും ഇല്ല. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞൊരു സോറി ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഇനി എനിക്ക് ഇവിടെ നിന്നാൽ
ഞാൻ പോട്ടെ. அன்னைக்கு நீங்க பொண்ணு பார்க்க வந்தது மாமாவுக்கு எப்படியோ தெரிஞ்சிடுச்சு. அவரா அன்னைக்கு வீட்டுல வந்து அப்பா கிட்ட ரொம்ப பிரச்சனையாயி அடுத்த வாரம் அவ கூட என் கல்யாணம் சொல்லி நாடு முழுசா பேசிக்கிட்டே நடக்குது. അടുത്ത ആഴ്ച കല്യാണോ? അവന്റെ കൂടെയോ? ஆமா அப்படிதான் அந்த சொல்றேன். இப்ப கூட 3 ஆளுங்க எங்க வீட்டுல சுத்தி இருக்கு. ரமேஷ் சொல்ல வந்துட்டா நீங்க இங்க இருக்குன்னு. அவங்க கண்ணு படாம நான் எப்படியோ தப்பிச்சு ஓடி வந்தா. ഈ അവസ്ഥയിൽ നിന്നെ ഇട്ടിട്ട് പോയാ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? സെൽവി, നിനക്ക് എന്നെ ആ കൂടി കുറച്ച് നേരെ പരിചയമുള്ളൂ. പക്ഷെ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ മോമനല്ല ആര് വന്നാലും അവരെതിർത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകും. നിനക്ക് ഇപ്പം എൻ്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ? താൻ പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഇവിടുത്തെ അത്ര പ്രശ്നമൊന്നും വീട്ടിലുണ്ടായില്ല. അവരെന്തായാലും കുറച്ച് ദിവസം അങ്ങനെ അവരുടെയാവും. പക്ഷെ താനിപ്പോൾ ഇവിടെ നിന്നാ പിന്നെ തൻ്റെ ജീവിതം ഇല്ലാണ്ടാവുക. ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ജീവിതകാലം മുഴുവൻ. നീ ഇപ്പം എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. സെൽവി, തനിക്ക് അപ്പാനോടൊന്ന് യാത്ര പറയണം. താനൊരു കാര്യം ചെയ്. അവന്മാർക്ക് ഡൗട്ട് വന്നുമ്പോഴേക്കും ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനോട് യാത്ര വെച്ചിട്ട് അന്ന് നമ്മൾ സംസാരിച്ചില്ലേ ആ തെങ്ങ് തോപ്പിലേക്ക് വാ. மாமாவுக்கு இப்படியாச்சும் தெரிஞ்சிருச்சுன்னா മാമ അല്ല മച്ചാൻ വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ തന്നെ താലി കെട്ടാണ്ട് കൊണ്ടുപോയാ അത് ചിലപ്പോൾ പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യാ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു അമ്പലത്തിനെ താലി കെട്ടങ്ങ് പോവാ. ബാക്കിയൊക്കെ വരുന്നോണ്ട് നോക്കാം. சரி நான் சீக்கிரம் அப்பா கிட்ட சொல்லிட்டு வந்துடுறேன். വേഗം പോയിട്ട് വാ. രമേശ്, നീ എവിടെയുള്ളേ? സെല്ലി വീട്ടിലെയാ? അങ്ങനെ എന്താ ആൾക്കാർ ഇരിക്കടാ? നീ ഒരു കാര്യം ചെയ്യുമോ? അവരെങ്ങനെയും അവിടെ നിന്ന് മാറ്റുമോ? അടുത്ത് കള്ള് ഷാപ്പ് എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും. രമേശ്, ഞാൻ സെൽവിനെ കൊണ്ടുപോകാൻ പോണേ. അതെനിക്ക് പ്രശ്നമില്ലടാ. പക്ഷെ തന്നെ എന്തെങ്കിലും ചെയ്യുക വേണ്ട. താൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി വെക്കോ? ഓക്കേടാ, മാമൻ വരട്ടെ, നോക്കാം. ശരി. ഏട്ടന് നമ്മളോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ പണി ചെയ്യും അമ്മ. തമിഴ്നാട്ടിൽ പോയി ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണു. എന്റെ വീട്ടുകാർ ചോദിച്ചപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. അത് നമ്മൾ ആരെങ്കിലും വിചാരിച്ച മോളെ അവ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നുള്ളത്? രാവിലെ നേരത്തെ എണീറ്റ് പോയപ്പോഴേ ഞാനെന്തോ പണ്ട് ആവശ്യത്തിന് ആരെയോ കാണാൻ പോയെന്നാ വിചാരിച്ചത്. എന്നാലും ചെക്കൻ ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നാ ഞാനിങ്ങനെ ആലോചിക്കുന്നതേ. രണ്ടും കൂടി കേറി വന്നപ്പം ഈ നാട്ടുകാർക്കത് എങ്ങനെ അറിയാന്നാ എല്ലാം അങ്ങനെ ഓടിക്കൂടി വന്നില്ലേ. അവരുടെ മുന്നിൽ ഒരു സീനാക്കണ്ടാവട്ടാ ഞാൻ വിളക്ക് കൊടുത്തിട്ട് രണ്ടിനും കയറ്റിയത്. നാട്ടുകാരനെ എന്തിനാ പേടിക്കണമേ? അവരാണോ നമുക്ക് ചെലവിന് തരുന്നത്? ആ സമയത്ത് രണ്ടെണ്ണത്തിനും പിടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു. പിന്നെ അമ്മ അങ്ങനെ ചെയ്തപ്പോഴേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പം എന്നോട് ദേഷ്യം ഉണ്ടാകുന്ന അറിയാം. പിന്നെ ഒരിക്കലും നിങ്ങളെ എതിർത്തിട്ട് ഞാൻ ആ കുട്ടിനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയതല്ല. അത് ആ കുട്ടി എന്നെയും കാത്ത ആ വാഴത്തോപ്പിൽ കുറേ നേരം നിന്നു ബാബോട്ടം പറഞ്ഞപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. ഒന്ന് കാണാൻ വേണ്ടി പോയതാന്നേ. പക്ഷെ അവിടെ എത്തിയപ്പോഴേ പറഞ്ഞത് അവളുടെ മാമൻ വന്ന് അവളുടെ വീട്ടിൽ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ആ കുട്ടിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തിരിച്ച് വരാൻ തോന്നിയില്ല. അതാ ഞാൻ കൂടെ കൂട്ടിയത്. പിന്നെ ഗീതു, വീട്ടുകാരൊക്കെ കൂടി നടത്തി തന്നാലല്ലേ നിന്റെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇവരെയൊക്കെ എതിർത്തിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്. അതുകൊണ്ടിപ്പോൾ നിന്റെ വീട്ടുകാർക്ക് എന്നോട് മാത്രമേ ദേഷ്യം ഉണ്ടാവുള്ളൂ. അമ്മയും അനിയനൊക്കെ സേഫാണ്. ഇനി വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞേ ഞാൻ നിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് കാര്യം പറയാം. പിന്നെ എന്നോടുള്ള ദേഷ്യം വെച്ചിട്ടേ നിങ്ങൾ
ആ കുട്ടിൻ്റെ മേലെ തീർക്കരുത്. അതൊരു പാവമാണ്. ഇതുവരെയായിട്ട് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു പുതിയ ജീവിതം തേടി വന്നതാ. എന്നാൽ എനിക്ക് 2-3 ആൾക്കാരെ കാണുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല. പിന്നെ മോളെ, നമ്മുടെ ഇഷ്ടപ്രകാരം കല്യാണം നടത്തിയല്ലേ മോളുടെ വീട്ടുകാർക്ക് നമ്മുടെ അടുത്ത് ദേഷ്യം ഉണ്ടാവുള്ളൂ. ഇതിപ്പോ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം വിളിച്ചിട്ട് വന്നതല്ലേ. ഇനി വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ മോളുടെ വീട്ടുകാരനെ വിളിക്കുമ്പോൾ അവർക്കും കാര്യങ്ങൾ മനസ്സിലാകും. അവർ 10-35 വയസ്സൊക്കെ ആയതല്ലേ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഇതൊരു പാവം കുട്ടിയാ. ഇനിയിപ്പോ അതിനെ ദ്രോഹിക്കാൻ നിന്നാലേ നാട്ടുകാർക്ക് ചിരിക്കാൻ അത് മതി. എന്തായാലും മോൾ അങ്ങോട്ട് വാ. ഓ, അപ്പൊ അമ്മയും അവളുടെ സൈഡായില്ലേ? അങ്ങനെ നിന്നെ ഇവിടെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ലടി തോമുഴത്തി. എടോ, അമ്മേന്റെ മാക്സി നന്നായി ചേരുന്നുണ്ടല്ലോ. ഇതെല്ലാം ഇട്ട് എനിക്ക് പഴക്കമില്ലെങ്കിൽ വീട്ടിലെല്ലാം ഷർട്ടും പാവണ്ടാ ഇടരുത്. അല്ലെങ്കിലും ഇപ്പൊ തലേടുത്ത് വേറെ ഒരു ഡ്രസ്സും ഇല്ലല്ലോ. ഒന്നും എടുക്കാണ്ട് പെട്ടെന്ന് വന്നല്ലേ നമ്മള്. സാരല്ല. അപ്പോൾ ഇന്നലെ ഇട്ട ചുരിദാറേ അത് ഉണങ്ങിയിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ട് വരാം. നമുക്ക് ഇപ്പം തന്നെ പോയിട്ടേ കുറച്ച് ഡ്രസ്സ് എടുത്ത് വരാം. എന്തായാലും ഇപ്പോൾ ഇന്നലെ വിളിച്ചുകൊണ്ടുവന്നല്ലേ. നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഓരോരുത്തരായിട്ടേ കാണാൻ വേണ്ടി ഇപ്പം എത്തും. അപ്പൊ നീങ്ക എനിക്ക് വേലയ്ക്ക് പോകത്തില്ല? വേലയ്ക്ക് പോകണം. ഇപ്പോൾ 2-3 ദിവസമായില്ലേ ഞാൻ ലീവ് എടുത്ത്. ഒരു സൈറ്റിൽ അത്യാവശ്യമായിട്ട് പണി തീർക്കാണ്ടേ. മേസ്ത്രി വിളിയാ ഫോൺ എടുക്കാനായിട്ടാ. ആക്ച്വലി ഇപ്പൊ ഇന്നും കൂടി കഴിഞ്ഞിട്ടേ നാളെ മുതൽ പണിക്ക് പോകാൻ. பரவாயில்ல, நீங்க லீவ் ஒன்றும் எடுக்க வேணாம். சாயந்தரம் வேலைக்கு போயிட்டு வந்த பிறகு நாம் போய் ட்ரெஸ் எடுக்கலாம். അപ്പൊ വൈകുന്നേരം വന്നിട്ട് എടുക്കാല്ലേ? മേസ്ത്രി കുറെ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നേ. അല്ല, വീട്ടിലെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയോ? മാമ വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ஒன்றும் தெரியாதுங்க. அப்பாவோட ஃபோனு இப்போதும் சுவிட்ச் ஆஃபில் தான் இருக்கு. അത് സാരല്ല, താൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്തായാലും ഈ മാരിമുത്തുവിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴേ നിന്റെ അച്ഛനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിലേ നേരിട്ടേ ചെയ്യുള്ളൂ. അതുവഴി എന്തായാലും അവനെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അല്ല, ഇത്ര നേരമായിട്ട് അമ്മയോ ഇത് തന്നോട് സംസാരിച്ചോ? அம்மா கொஞ்ச நேரம் முன்னாடி கோயிலுக்கு போகும்போது என்கிட்ட சொல்லித்தான் போயிருக்கேன். ஆனால் அந்த கீதம் அக்கா என்கிட்ட எதுவும் பேசலை. ഗീതുവിന്റെ സ്വഭാവം അങ്ങനെയാണ്. അത് കാര്യമൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ താൻ ഇവിടെ തന്നെ റൂമിൽ തന്നെ ഇരിക്കണ്ട, ഇത് പുറത്തൊക്കെ ഇറങ്ങ. അത് ശരി, ഞാൻ പണിക്ക് പോയിട്ട് വരാം കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. ഇങ്ങനെ നാവുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പൊ അത് അടുത്തുള്ള കോവിലിൽ നിന്നൊരു ചരട് മേടിച്ച് കെട്ടിയതേ. എന്തായാലും നാട്ടിൽ എനിക്കൊരു കുറിയുണ്ട്, അത് ചിട്ടി. അപ്പൊ അടുത്ത 25-ാം തീയതിയാണ്. മിക്കവാറും ഞാൻ വിളിച്ചെടുത്തിട്ടേ ഒരു ചെറിയൊരു ചെയിന് മേടിച്ചിരുന്നുണ്ട് കേട്ടോ. ശരി. അല്ല, മണവാട്ടി റൂമിൽ തന്നെ ഇരിക്കുക, പുറത്തൊന്നും ഇറങ്ങാനായില്ലേ? அதக்கா எனக்கு என்ன செய்யணும்னு தெரியல. அதனால தான் இங்கே உட்கார்ந்துருக்கேன். തമിഴ്നാട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതേ റൂമിൽ തന്നെ ഇരിക്കാനാ? ഹാ, ആള് കൊള്ളാലോ. മോള് വാ, അവിടെ കുറെ പണിയുണ്ട്, ചേച്ചി പഠിപ്പിച്ചു തരാം. ஆ அக்கா. നീ എന്താടി അവിടെ തന്നെ നിക്കണേ? ഇവിടെ വാ, ഇവിടെയൊക്കെ അടിച്ചു കൂട്ടി തീയിട് കേട്ടാ. അല്ലടി, നീ അവിടെ എന്ത് പണിക്കാ പോയത്? அக்கா, அங்கே ஒரு நூல் மில் இருக்குது, அங்கே தான் வேலைக்கு போகிறேன். ചുരുക്കി പറഞ്ഞ കഞ്ഞിക്ക് ഗതിയില്ലാത്ത കുടുംബം. ഇവിടെ വന്നപ്പോ നീ രക്ഷപ്പെട്ടു ഇല്ലടി? അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ 1/2 മണിക്കൂറല്ലേ വിനോദേട്ടനടുത്ത് സംസാരിച്ചുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയടി നീ ഏട്ടനെ കറക്കിയെടുത്തത്? ഇനിയിപ്പോ 3 നേരം മര്യാദക്ക് തിന്നാൻ കിട്ടുമല്ലോ. പിന്നെ ഏതു നേരവും റൂമിൽ കെട്ടിലമ്മ ചമഞ്ഞിരിക്കണ്ട.
രാവിലെ തൊട്ടുള്ള എല്ലാ ജോലികളും ചെയ്തോ കേട്ടാ. ഓരോരുത്തരുടെ യോഗേ. നിന്റെ നാട്ടിലാണെങ്കിൽ ഒരു തരി പൊന്ന് നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂടി. ഇവിടെ വന്നപ്പോ 2 പവന്റെ ചെയിനായി. വരുമ്പന്ത് കോലത്തിലാ വന്ന് കറുത്ത് കരുവാളിച്ചിട്ട്. ഇപ്പൊ തമിഴത്തി ആളാകെ മാറിയല്ലോ. പിന്നെ അടിച്ചു കഴിഞ്ഞിട്ട് വേഗം തുടക്കി. ഇനിയും വേറെ കുറെ പണികളുണ്ട്. ആക്ക എന്തായാലും വീട്ടിലൊരു വേലക്കാരിയല്ലോ. അല്ല എന്താ നീ ഇവിടെ ഇരിക്കണ? പണിയൊക്കെ കഴിഞ്ഞാ? ആക്ക എല്ലാം മുടിഞ്ഞിരിച്ച്. എന്നാ ഒരു കാര്യം ചെയ്, ഇതൊക്കെ കൊണ്ടുപോയി ഒന്ന് അലക്കിയിട്ട് വാ. മെഷീനിൽ ഇടാൻ പറ്റാത്ത തുണികളാ. ആക്ക അതെ, ഇവിടെ വെള്ളമില്ല. കുളത്തിൽ പോയി അലക്കിക്കോ, അടുത്ത് തന്നെയാ. என்னங்க ஏன் இன்னைக்கு നേരത്തെ വന്നിருக்கு? ഇന്നൊരു കോൺക്രീറ്റ് ആയിരുന്നു, അതാ നേരത്തെ കഴിഞ്ഞത്. അല്ല ഈ തുണിയൊക്കെ ആയിട്ട് നീ അങ്ങോട്ട് പോവാ? இதெல்லாம் துவைக்கிறதுக்கு அங்க ஒரு குளம் இல்லையா, அங்க போறேன். അല്ല ഇതൊക്കെ ഗീതുവിന്റെ ഡ്രസ് അല്ലേ? ഇതൊക്കെ എടുത്ത് നീ കുളത്തിൽ തിരുമ്പാൻ പോവാ? വീട്ടിലെ മെഷീൻ എന്തെങ്കിലും കേട്ടുണ്ടോ? இதெல்லாம் മെഷീനിൽ പോട്ടിട്ടാ കേടാകുന്ന അക്ക சொல்லிட்டா, அதனாலதான். എന്താ അവൾക്ക് തിരുമ്പാൻ അറിയില്ലേ? നീ തന്നെ പോണോ? നീ ഇങ്ങോട്ട് വാ. பரவாயில்ல, நான் போட்டு வந்துடுறேன். ഞാൻ പറയുന്നത് കേട്ടാ, ഇങ്ങോട്ട് വാ. എല്ലാം ഗീതു, നീ എന്താ വിചാരിച്ചേ? എന്റെ ഭാര്യ ഈ വീട്ടിലെ വേലക്കാരിയാണോ? കുറെ ദിവസമുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. നീ ഓരോരോ പണി ചെയ്യിപ്പിക്കാണല്ലോ. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ടാവട്ടെ ഞാൻ മിണ്ടാതിരിക്കാട്ടോ. എന്താണോ നിന്റെ തുണി അലക്കാൻ നിനക്കറിയില്ല? അതുകൂടി എന്റെ ഭാര്യ ചെയ്തു തരണോ? അവിടെ ഇതിനേക്കാളും നിറയെ പണി ചെയ്തോണ്ടിരുന്നല്ലേ. ഇവിടെ ഈ 2 ഡ്രസ് അലക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കാനാ? എന്താ ഷെൽവി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? இல்லக்கா, எனக்கு பிரச்சனை ஒன்றும் இல்லை. மாமா, நான் அதெல்லாம் போய் துவைச்சிட்டு வந்துடுறேன். കണ്ടോ, അവൾക്കൊരു കുഴപ്പമില്ല. ഏട്ടന് എന്താ പ്രശ്നം? എന്റെ ഭാര്യനെ കൊണ്ട് മറ്റുള്ളവർ പണിയെടുപ്പിക്കുന്നതാണോ എനിക്ക് പ്രശ്നമുണ്ട് മോളെ. അവളൊരു പാവമാണ്, മറ്റേ എന്ത് ചെയ്യാനാ? மாமா விட்டுரு. നീ മിണ്ടാതിരിക്കാടുന്ന്. നിന്റെ തുണിയല്ലേ, നീ തന്നെ അലക്ക്. ഒരു പണിയില്ലാണ്ടിരിക്കുക ഇവിടെ. ഇനി മറ്റേ നിന്റെ എന്തെങ്കിലും പണി എന്റെ ഭാര്യനോട് പറഞ്ഞല്ലേ എന്റെ സ്വഭാവം മാറും. നീ കഴിച്ചോ? വാടന്ന്. കണ്ടോ അമ്മേ, ഇത്രയും കാലമായിട്ട് ഏട്ടൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? അവള് വന്നത് ഏട്ടന്റെ സ്വഭാവം മാറി. അല്ലെങ്കിലും ഓണെന്തിനാ ആ പാങ്ങത്തിന് ഇങ്ങനെ ദ്രോഹിക്കാൻ നടക്കുന്നത്? പൈസ പറഞ്ഞാലേ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം മോളെ. എല്ലാവർക്കും അതുണ്ടാവണമെന്നില്ല. അച്ഛൻ്റെയും അമ്മൻ്റെയും പൈസ ഉള്ളതുകൊണ്ട് മോളിന്നേവരായിട്ട് ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ കുട്ടിൻ്റെ കാര്യം അങ്ങനെയല്ല. അമ്മയും ഇല്ല, ചെറിയൊരു വീടും. മോളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളവളുടെ വീടിന് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയതായിരിക്കില്ലേ? ആ വേദന എന്താന്നേ അവനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ മോനും അങ്ങനെ തന്നെയായിരുന്നു. മോളെ, ഇനിയെങ്കിലും അവരൊന്ന് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. മോളെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണ്ട. ഷെൽവി, സോറി ട്ടോ. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു പോയി. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് പൈസയുണ്ട്. അതിൻ്റെ അഹങ്കാരത്തിലാണ് ഞാൻ നിന്നോട് പെരുമാറിയത്. പക്ഷെ ചെറുപ്പം മുതൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കുന്ന നിന്റെ മുന്നിൽ ഞാനൊന്നും അല്ലടോ. സോറി. ஐயோ அக்கா, அப்படி ஒன்றும் சொல்ல வேணாம். அங்கே நானும் அப்பாவும் மட்டும்தான் இருக்கு. சின்ன வயசுலயே அம்மா பாசம் என்னன்னு போல எனக்கு தெரியல. இங்க நீங்க அம்மா மாமா எல்லாரும் கூட இருக்கும்போது நான் ரொம்ப சந்தோஷமா இருக்கு.
இந்த வாழ்க்கை எனக்கு தந்ததுக்கு உங்ககிட்ட தான் நான் நன்றி சொல்லணும். അതൊന്നും സാരമില്ലടോ. ഇനി ഇവിടുത്തെ പണികളൊന്നും നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാനും കൂടാ. എന്നാ പിന്നെ നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്നാ വാ. ഗീതുവിനൂടെ ഷോപ്പിങ്ങിനെല്ലാം പോയല്ലോ, ഇപ്പൊ സന്തോഷമായോ? രമേശ രമേശ പറടാ. ആണോ? കുഴപ്പമില്ല, സാരടാ, ഞാൻ നോക്കിക്കോളാം. ரமேஷ் என்ன சொன்னா? നമ്മുടെ അഡ്രസ്സും തപ്പിപ്പിടിച്ച് നിന്റെ മാരിമുത്ത് മാമിയില്ലേ, നമ്മളെ നോക്കി ഇങ്ങോട്ട് വരുന്നിട്ടത്രേ. கடவுளே, வாழ்க்கையில இப்பதான் நிம்மதி கிடைச்சிருச்சு, அதுக்குள்ள மறுபடியும் பிரச்சனையா? സെൽവി, ജീവിതം പറഞ്ഞാൽ അങ്ങനെയാണ്, ഒന്ന് തിരുമ്പോ അടുത്ത പ്രശ്നം വന്നുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ ഇത്രയൊക്കെ നേരിട്ടില്ലേ. നിന്റെ മാമനോ അച്ഛനോ ആരോ വന്നോട്ടെ. ഈ വിക്രം സിനിമയിലെ കമലഹാസൻ സാർ പറയുന്നുണ്ടായതോ അല്ലേ, പാത്തുക്കില്ല.